ഇന്ന് നമ്മൾ 13ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ പഠിക്കുന്ന പഠന പരമ്പരയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 ക്ലാസ്സുകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ 13ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ബൈബിളിലെ 3ാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിന്റെ 2ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ 12ാമത്തെ ക്ലാസ്സും ലേവ്യ പുസ്തകമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് ലേവ്യ പുസ്തകത്തിന്റെ 2ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ 13ാമത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച്, കർത്താവെ, ഞാൻ പഠിക്കുന്നതൊക്കെ എനിക്ക് ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാനും എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർമാനമായി അങ്ങയുടെ വചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യ അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്നവൻ, വായിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവെ, അപ്രകാരം തന്നെ ഞങ്ങളുടെ ഈ ആയുസ്സിൽ അങ്ങയുടെ വചനം തുടർമാനമായി ഞങ്ങൾക്ക് പഠിക്കുവാനും ഗ്രഹിക്കുവാനും പ്രമാണിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുപാട് ശബ്ദങ്ങളുള്ള ഈ ലോകത്ത് കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ സമയം മാറ്റിവെച്ച അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരോട് ഹൃദ്യമായി ഇടപെടണം. അവിടുന്ന് സംസാരിക്കണം. വചനം ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണം. കർത്താവെ, അത് ബുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് മാത്രം ഇറങ്ങി വരാനല്ല, അത് ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങളുടെ കർത്താവെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും. ഞങ്ങളുടെ ബുദ്ധിശൂന്യതകളെ കർത്താവ് മാറ്റും. ഞങ്ങളുടെ കുറവുകളെ കർത്താവ് മാറ്റും. ഞങ്ങളുടെ കർത്താവെ ബ്രെയിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ഈ വചനം പഠിക്കുമ്പോൾ നടക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ദൈവകൃപയിൽ നിറയ്ക്കും. നാഥൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ മുൻപോർപ്പിച്ചതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ 13ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനകരമാകുന്നുണ്ട്. നമ്മൾ തുടർമാനമായി ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദീർഘ സമയങ്ങൾ എടുത്താണ് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. ഈ സമയം നമുക്ക് വേസ്റ്റ് അല്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തില് ഒരുപാട് ശബ്ദങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പുരുഷായുസിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, പഠിക്കുക, പ്രമാണിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയങ്ങൾ അതൊരിക്കലും വൃഥാവാകില്ല, അതൊരിക്കലും വെറുതെയാകില്ല. പലരും തിരക്കുകളുടെ പേരിൽ തിരക്ക് എന്ന് പറഞ്ഞ് ദൈവവചനത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു വിലയുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സിന് നിങ്ങളുടെ ഒരുപാട് തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ മനസ്സിന് ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം, ഈ ഓൺലൈനിൽ ഈ സൂമിലൂടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന
പലരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. വളരെ തിരക്കുകളുള്ള ആളുകളാണ്. ജോലിയുടെ തിരക്കുകളുണ്ട്, ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. വളരെ തിരക്കുകളുടെ നടുവിൽ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് അവര് ഈ ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് അവര് സമയം കണ്ടെത്തുകയാണ്. നിശ്ചയമായും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ദൈവം 100 മടങ്ങ് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുന്നവരോട് സ്നേഹത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ലൈവായിട്ട് ഓൺലൈനിലൂടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമന്റ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ നിശ്ചയമായും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് 13ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ബൈബിളിലെ 3ാം പുസ്തകമായ, അതായത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന 5 പ്രാരംഭ ഗ്രന്ഥങ്ങൾ, 5 ആരംഭ ബൈബിൾ പുസ്തകങ്ങൾ, അതിലെ 3ാമത്തെ പുസ്തകത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും ലേവ്യ പുസ്തകമാണ് നമ്മൾ പഠിച്ചത്. ആ ലേവ്യ പുസ്തകത്തിന്റെ 2ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരുന്നത്. ഈ വീഡിയോ ആദ്യമായി ഈ വീഡിയോ മാത്രം കാണുന്നവരോട് സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതേ പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് എന്ന് യൂട്യൂബിൽ കാണുന്നവരോട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ലേവ്യ പുസ്തകം 11ാം അധ്യായം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നത്. ലേവ്യ പുസ്തകം 11ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ച ഭാഗം ഇതായിരുന്നു. 11ാം അധ്യായത്തിന്റെ 44ാം വാക്യം, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ലേവ്യ പുസ്തകത്തിന്റെ മുഖ്യ പ്രമേയം ഇതാണ്: വിശുദ്ധീകരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, 100-ലധികം പ്രാവശ്യം വിശുദ്ധീകരണം എന്ന പദം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമൊന്നും അല്ലിത്. ഇതിനകത്ത് അത്ഭുതങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. ഇതിനകത്ത് മറ്റ് രസകരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വ്യക്തി, അതായത് ബൈബിളിലെ അത്ഭുതങ്ങൾ കാണുമ്പോൾ സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്നും ഇതത്ര സന്തോഷം തരുന്ന ഒരു പുസ്തകമല്ല ലേവ്യ പുസ്തകം. ഇതിനകത്ത് വിശുദ്ധിയെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും, അത് ആത്മികമായത് മാത്രമല്ല ശാരീരികമായ വിശുദ്ധിയെക്കുറിച്ചും വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ബൈബിളിന്റെ ഏറ്റവും വലിയ ആധികാരികത തന്നെ അതാണ്, പ്രിയമുള്ളവരെ. ഇതില് ആത്മീകമായ കുറെ കാര്യങ്ങൾ മാത്രമല്ല ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ശാരീരികമായ കാര്യങ്ങളും, ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ അനിവാര്യമാണ്, അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. മറ്റുള്ള പല മതഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. മാത്രമല്ല, ദൈവം തെരഞ്ഞെടുത്ത ജനത്തിനിടയിലുള്ള അശുദ്ധിയെ പോലും പരസ്യമായി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ ദൈവവചനത്തിന്റെ ആധികാരികത അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണാനിടയായിത്തീരും. അതായത് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഒരു കാര്യം പോലും മറച്ചു വെക്കാതെ എല്ലാം തുറന്ന സമീപനത്തോടെ ഇടപെടുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. മറ്റുള്ള പല മതഗ്രന്ഥങ്ങളെക്കാൾ ബൈബിളിന്റെ പ്രത്യേകത, ഇത് മനുഷ്യരെ കുറിച്ച് സംസാരിക്കുന്ന പുസ്തകമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം, മനുഷ്യരുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം, ഭരണാധികാരികളുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം, സഭയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, സഹോദരങ്ങളുടെ അടുത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയായിരിക്കണം, മക്കളോട് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ,
അയൽവക്കക്കാര്, ഇങ്ങനെ എല്ലാവിധ ബന്ധങ്ങളെക്കുറിച്ചും വളരെ ശക്തവും വ്യക്തവുമായി പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആധികാരികത നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദൈവങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ അവർ തമ്മിലുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ എന്നിത്യാദിയുള്ള കാര്യങ്ങളല്ല വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ബൈബിളിന്റെ ആധികാരികതയെ ഉറപ്പിക്കുന്ന കാര്യവുമാണ്. മാത്രമല്ല, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി യുദ്ധഭീഷണിയാണ്. പല രാജ്യങ്ങളും യുദ്ധഭീഷണിയിലായിരിക്കുന്നു. ഇതെല്ലാം മുന്നമേ ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാം വിശുദ്ധ വേദപുസ്തകം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അതിന്റെ നിവൃത്തീകരണം എന്നുള്ള നിലയിലാണ് ഇന്ന് നാം ലോകത്തിൽ കാണുന്ന സംഭവങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവവചനത്തിന്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ലേവ്യ പുസ്തകത്തിന്റെ മുഖ്യമായ പ്രമേയം ഇത് തന്നെയാണ്. പത്രോസ് ഈ വാക്യം 1 പത്രോസ് 1:16 എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പത്രോസ് പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തില് നമ്മൾ വിശുദ്ധരായിരിക്കണം. നമ്മെ വിളിച്ചവൻ വിശുദ്ധനാണ്. അതുകൊണ്ട് വിശുദ്ധിയും ശുചിത്വവുമാണ് ലേവ്യ പുസ്തകത്തിന്റെ 2 പ്രധാന ചിന്താ വിഷയങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, നമ്മെ വിളിച്ച ദൈവം, ആ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും വിശുദ്ധരായിരിപ്പിൻ. നമുക്കറിയാം, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവമാണ് നമ്മിലേക്ക് വരുന്നത്. നമ്മുടെ ദൈവം ഉപദ്രവിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ആളുകളെ മാറ്റി നിർത്തുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം, ഒരു മനുഷ്യനെ പോലും തള്ളിക്കളയുന്ന ദൈവമല്ല. എത്ര പാപിയാണെങ്കിലും എത്ര അശുദ്ധനാണെങ്കിലും ആ വ്യക്തിയെയും സ്നേഹിക്കുന്നവനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ഈ ദൈവം വിശുദ്ധനാണ്. ഇവിടെ 11-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് എന്നെ അനുഗമിക്കുന്ന, എന്റെ പിന്നാലെ വരുന്ന നിങ്ങളും വിശുദ്ധരായിരിക്കണം. നോക്കൂ, ഒരു സ്വഭാവത്തെ, ഒരു വിശുദ്ധതയെ കാണിച്ചു തന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ വിശുദ്ധനാണ്. എന്നിൽ ഏതെങ്കിലും അശുദ്ധി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ പോലെ വിശുദ്ധനാകണം. യേശു ഒരിക്കൽ പറഞ്ഞ പദമുണ്ട്, ഏതൊരു ശിഷ്യനും ആഗ്രഹിക്കുന്നത് തൻ്റെ ഗുരുവിനെ പോലെ ആകുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തെ പോലെ നാം ആയിത്തീരണം എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവെന്ന തലയോളം വളരുക, ക്രിസ്തുവെന്ന തലയോളം വളരുക. അപ്പോസ്തലനായ പൗലോസ് പലയിടങ്ങളിലും ശാസനയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കാലം വെച്ച് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവിക അരുളപ്പാടുകളുടെ ആദ്യ പാഠം തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? നിങ്ങൾ വർഷങ്ങളായി ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടെങ്കിലും, ക്രിസ്തീയ പാരമ്പര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും, നിങ്ങൾ ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. നിങ്ങളുടെ പ്രായം 70, 80, 90 ആയിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ ആത്മീകമായി ശിശുക്കളാണ്. നിങ്ങളിപ്പോഴും പാൽ കുടിക്കാൻ മാത്രം പ്രാപ്തിയുള്ളവരാണ്. കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രാപ്തരല്ല. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നിങ്ങൾ വളരണം. എങ്ങനെ വളരണം? ക്രിസ്തുവെന്ന തലയോളം വളരണം. ഒരു മതാധ്യക്ഷനെ പോലെയല്ല, ഒരു പുരോഹിതനെ പോലെയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ വളരണമെന്നല്ല. അവിടെ വചനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരണം.
പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ദൈവത്തെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ്. വേറെ ഏത് മതമുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്? അവരുടെ ദൈവത്തെ പോലെ ആയിത്തീരാൻ പഠിപ്പിക്കുന്ന മറ്റൊരു മതവുമില്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നിങ്ങൾ എന്നെ പോലെയാകുവിൻ, നിങ്ങൾ എന്റെ സ്വഭാവത്തിലേക്ക് വരുവിൻ. നിങ്ങൾ നോക്കൂ, എത്ര അർത്ഥവത്തായ, എത്ര ആഴമേറിയ ഒരു സന്ദേശമാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. ഇവിടെ ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം, അപ്പോസ്തലനായ പത്രോസ് ദീർഘവർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ പദം താൻ എടുത്തെഴുതുകയാണ്. അദ്ദേഹം പറയുകയാണ്, കർത്താവ് വിശുദ്ധനാണ്, അതുപോലെ തന്നെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധിയാണ്, അതുപോലെ തന്നെ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിപ്പിൻ. നോക്കൂ പ്രിയമുള്ളവരെ, ഇത് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇത് പഴയ നിയമത്തിൽ മാത്രം ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നില്ല. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് അതേ പദം തന്നെ എടുത്തു പറയുക. യേശുവിനോട് കൂടെ 3.5 വർഷം നടന്ന ആ മനുഷ്യൻ പറയുകയാ, ദൈവം വിശുദ്ധനാണ്, അതുപോലെ തന്നെ നാമും വിശുദ്ധരായിരിക്കണം. അപ്പോൾ ലേവ്യ പുസ്തകത്തിലെ 2 പ്രധാന ചിന്താ വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിശുദ്ധിയും ശുചിത്വവും. ഈ 2 കാര്യങ്ങളാണ്. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ലേവ്യ പുസ്തകം നമുക്ക് സന്തോഷം നൽകുന്ന പുസ്തകമൊന്നുമല്ല. ഇത് നമുക്കൊരു ഇച്ചിരി ടഫായിട്ട് തോന്നും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇത് രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല. ഇതിനകത്ത് നമുക്ക് രസം തോന്നുന്ന ഒരു കാര്യവും ഇല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ശുദ്ധീകരണത്തെ കുറിച്ചാണ്. ഇനിയും നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായത്തിൽ കുഷ്ഠരോഗികളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം, കുഷ്ഠരോഗം തിരിച്ചറിയാനുള്ള പരീക്ഷയെ പറ്റിയാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു മനുഷ്യന്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹറോന്റെ അടുക്കലോ പുരോഹിതന്മാരായി അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കിലേക്കോ കൊണ്ടുവരണം. പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കണം. വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ നോക്കൂ, കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം എന്താണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ്. പുരോഹിതൻ അവനെ നോക്കി അശുദ്ധൻ എന്ന് വിധിക്കണം. അതായത് ഒരു വ്യക്തിക്ക് നേരിട്ട് ഒരാളെ കണ്ടിട്ട് അശുദ്ധൻ എന്ന് തീരുമാനിക്കാൻ, അശുദ്ധൻ എന്ന് വിധിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വെച്ച് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് വേണം അദ്ദേഹം ഒരു നിഗമനത്തിലെത്താൻ. അല്ലാതെ പുറമെ കാണുന്ന ചില കാഴ്ചകൾ വെച്ച് ഒരു മനുഷ്യനെ വിധിക്കരുത് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പുരോഹിതൻ അവനെ നോക്കണം, ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്നിട്ട് അവൻ അശുദ്ധനാണോ ശുദ്ധനാണോ എന്ന് വിധിക്കണം. അവന്റെ ത്വക്കിന്മേൽ ഉള്ള പുള്ളി വെളുത്തതും ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കുന്നതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ. കുഷ്ഠരോഗത്തെ സംബന്ധിച്ച് മാത്രമല്ല, പാപത്തെ സംബന്ധിച്ച് നാം ഈ കാര്യം നടപ്പിലാക്കണം. ഇത് കുഷ്ഠരോഗികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളുമായി ഇതിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇത് വളരെ വിലപ്പെട്ട വാക്യങ്ങളാണ്. ഒരു സഹോദരനിലോ സഹോദരിയിലോ നിങ്ങൾക്ക് പാപമെന്ന് തോന്നുന്ന എന്തെങ്കിലും കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ കാര്യമാണ് ഈ ഭാഗം പറയുന്നത്. ഇസ്രായേൽ മക്കൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ദൈവം എന്തായിരുന്നു അവരോട് പറഞ്ഞത്? അവർ തന്നെ അതിനെക്കുറിച്ചൊരു വിധി പ്രസ്താവന നടത്തിയാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകും. കണ്ടോ, അവർ സ്വയമായിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ട് ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ആ വടു കുഷ്ഠമായിരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഇത് നമുക്കുള്ള പാഠമാണ്. നമ്മളും അവരെ സംബന്ധിച്ച് ചിന്തിച്ചത് അങ്ങനെ ആയിരിക്കണമെന്നില്ല.
ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആ കാര്യം ഒന്നാമത് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരണം. കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരണം. ഇവിടെ അഹറോന്റെ അടുക്കൽ കൊണ്ടുവരാനാണ് പറയുന്നത്. അഹറോൻ കർത്താവിന് നിഴലാണ്. അതായത് ദൈവത്തിന് പകരക്കാരനാക്കി ദൈവം വെച്ചിരിക്കുന്ന പുരോഹിതനായിരുന്നു അഹറോൻ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നേരെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക. തുടർന്ന് മൂപ്പന്മാരുടെ മുൻപിലും. അഹറോന്റെ മക്കൾ ഇന്നത്തെ സഭയിലെ മൂപ്പന്മാരുടെ പ്രതീകമാണ്. അപ്പോൾ ഒന്നാമത് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക. രണ്ടാമത് സഭയിലെ മൂപ്പന്മാർ, ശുശ്രൂഷകർ, അവരുടെ അടുക്കൽ കൊണ്ടുവരിക. അവർ ഈ കാര്യം ചെയ്യട്ടെ. വളരെ ലളിതമായ പ്രമാണം. ഈ പ്രമാണം പിൻപറ്റിയാൽ നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്ന പലതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഇസ്രായേല്യൻ തന്നെത്താൻ താഴ്ത്തി, ഞാനൊരു പുരോഹിതനല്ല, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ ദൈവത്താൽ നിയമിതനായ ഒരു പുരോഹിതന്റെ മുൻപാകെ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ തന്നെ എന്ത് ചെയ്യുകയാണ്? ഒരു വ്യക്തിയെ വിധിക്കുകയാണ്. നമ്മളെ തന്നെ താഴ്ത്തി അങ്ങനെ ചെയ്താൽ എന്തെല്ലാം വ്യാജ കിംവദന്തികളും പ്രയാസങ്ങളും സഭകളിൽ നിന്ന് ഒഴുകിപ്പോകുവാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുവാൻ ഇടയുണ്ടായിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പുരോഹിതനും താൻ കേൾക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ വിധി പ്രസ്താവന നടത്തുകയല്ല ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് പല മൂപ്പന്മാരും അവർ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അത് ശരിയാണോ എന്ന് പരിശോധിക്കാതെ തന്നെ പെട്ടെന്ന് ഒരു വിധി പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിൾ പറയുന്നു, യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുൻപ് തീരുമാനത്തിലെത്തുന്നത് ഘോഷത്തരമാണ് എന്ന്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് ആ വാക്യം കാണുവാനായിട്ട് കഴിയും. അതായത് ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അതിനു മുൻപ് ഒരു തീരുമാനത്തിലെത്തരുത്. അതിനാണ് ദൈവം പുരോഹിതനെ ഇവിടെ നിയമിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരുത്തൻ മറ്റൊരുവൻ അശുദ്ധനാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പുരോഹിതൻ ഇവിടെ ആ വ്യക്തിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു, എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ടാണ് ആ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ലളിതമായ പ്രമാണം മൂപ്പന്മാർ പാലിച്ചിരുന്നെങ്കിൽ ഓരോ സഭയിലും എത്ര സമാധാനം ഉണ്ടാകുമായിരുന്നു. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, വളരെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും ഗൗരവമുള്ള കാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അത് ഗുരുതരമായ കാര്യമായിരിക്കാം. അതുകൊണ്ട് ആ വ്യക്തിയെ സൂക്ഷ്മമായി പരിശോധിക്കുക. മാനുഷികമായ തെറ്റുകൾക്ക് പരമാവധി ഇളവ് നൽകുക. കർത്താവ് ചെയ്ത കാര്യം അത് തന്നെയാണ്. മാനുഷികമായി വരുന്ന തെറ്റുകളെ കർത്താവ് ഉയർത്തി കാണിച്ചില്ല, അതിന് പരമാവധി ഇളവുകൾ കർത്താവ് നൽകി. കാരണം എന്താ? കർത്താവ് സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനാണ്, തന്നിലേക്ക് മടക്കി വരുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന പല വ്യക്തികളും അവർ സ്വയമായി വിശുദ്ധരായി അവർ ചമയുന്നു. അവരുടെ വിശുദ്ധിയിലേക്ക് ആരും എത്തിയിട്ടില്ല എന്ന ചിന്ത അവരിലേക്ക് വരുന്നു. ഇത് വലിയൊരു അപകടകരമായ പാപമാണ്, വളരെ അപകടകരമാണ്. ഇന്ന് സഭകളിൽ ആളുകളെ വേദനിപ്പിക്കാൻ മറ്റുള്ളവർക്ക് യാതൊരു മടിയില്ല. വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് ആളുകളെ വേദനിപ്പിക്കുന്നതിൽ ഒരു മടിയില്ല. എന്നാൽ കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. മാനുഷികമായ തെറ്റുകൾക്ക് പരമാവധി ഇളവുകൾ നൽകിയ ആളായിരുന്നു കർത്താവ്. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇവിടെ അശുദ്ധനെന്നോ കുഷ്ഠരോഗിയെന്നോ പ്രഖ്യാപിക്കുന്ന കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടിരുന്നു. കുഷ്ഠരോഗിയെന്ന് മുദ്രകുത്തി അവനെ പാളയത്തിന് പുറത്താക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഏത് സഭയിലും ഈ നിലയിലാണ് അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടത്. വിശദമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം ഒടുവിലായി അവനെ സഭയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ചിലപ്പോൾ ആദ്യ പരിശോധനയിൽ പുരോഹിതന് ആ ഒരു വ്യക്തി വ്യക്തമായ തീരുമാനത്തിൽ എത്താനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല.
അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിലോ ഒരു വാക്കിലോ ആ വ്യക്തി പാപിയാണ് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ വ്യക്തി ആ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് 7 ദിവസം കാത്തിരിക്കാം. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, 7 ദിവസം കാത്തിരിക്കണം. നമുക്കിന്ന് കാത്തിരിക്കാനൊന്നും നേരമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇറക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? 7 ദിവസം ഇവിടെ കാത്തിരിക്കണമെന്ന ദൈവം പറയുന്നത്. എന്നിട്ട് അവനെ വീണ്ടും കാണണം. 4-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നു, ഒരു സഹോദരനിലോ സഹോദരിയിലോ തെറ്റെന്ന് നാം കരുതുന്ന വല്ലതും കണ്ടാൽ കാത്തിരിക്കാൻ നമ്മൾ പലരും തയ്യാറാകുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നതിന് മുൻപ് വിധി പ്രസ്താവിക്കുന്നവരാണ്. ഇത് ദൈവികമായ നിയമമല്ല. ദൈവത്തിന്റെ നിയമം കാത്തിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ താല്പര്യം നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യവും കൂടെ നമ്മൾ ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. കുഷ്ഠരോഗിയെ ഒരു നാൾ ആരോഗ്യത്തോടെ പാളയത്തിൽ മടക്കിക്കൊണ്ടുവരിക എന്നതാണ് പുരോഹിതന്റെ ആത്യന്തിക ലക്ഷ്യം. അതായത് ഈ പാളയത്തിന് പുറത്തേക്ക് പോകാൻ വിധിക്കപ്പെട്ട ഈ കുഷ്ഠരോഗിയെ ഒരു ദിവസം പാളയത്തിനകത്തേക്ക് മടക്കി കൊണ്ടുവരണം. അല്ലാതെ ഈ പാളയത്തിന്റെ പുറത്തിട്ട് അവനെ തീർത്ത് കളയുക, അവനെ ഇല്ലായ്മ ചെയ്യുക എന്നതല്ല ലക്ഷ്യം. അവനെ ഒരു ദിവസം എന്ത് ചെയ്യണം? പാളയത്തിനകത്തേക്ക് മടക്കി കൊണ്ടുവരണം. ഇതായിരുന്നു ഒരു പുരോഹിതന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് 7 ദിവസത്തിന് ശേഷം പുരോഹിതൻ വീണ്ടും അയാളെ നിരീക്ഷിക്കും. അയാളുടെ അവസ്ഥയിൽ തൃപ്തനല്ലെങ്കിൽ വീണ്ടും 7 ദിവസവും കൂടി കഴിഞ്ഞു വരാൻ പുരോഹിതൻ അയാളോട് നിർദ്ദേശിക്കും. ആ സമയം കഴിഞ്ഞ് കാണുമ്പോൾ നേരത്തെ കണ്ട ത്വക്കുരോഗം മാറിയിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ പറയും, ദൈവത്തിന് സ്തോത്രം, ഇയാൾ ഇപ്പോൾ ശുദ്ധനാണ്. കുളിച്ച് വസ്ത്രമലക്കി ഇയാൾക്കിനി പാളയത്തിലേക്ക് മടങ്ങി വരാം. 4-6 വാക്യങ്ങൾ അവിടെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ വീണ്ടും 7 ദിവസം കൂടെ അനുവദിക്കുന്നു. ആ 7 ദിവസം കഴിഞ്ഞ് ആ മനുഷ്യനിൽ അന്ന് കണ്ട ആ ത്വക്കുരോഗം ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ ആ പുരോഹിതൻ പറയും, ദൈവത്തിന് സ്തോത്രം, ഇപ്പോൾ ഇയാൾ ശുദ്ധനാണ്. കുളിച്ച് വസ്ത്രമലക്കി ഇനി പാളയത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. എന്നാൽ അയാൾ രോഗം മാറി ശുദ്ധനായില്ലെങ്കിൽ പാളയത്തിലുള്ളവരെ അവരുടെ സുരക്ഷയെ കരുതി അയാളെ പാളയത്തിന് പുറത്താക്കി ഒറ്റയ്ക്ക് പാർപ്പിക്കും. തീർച്ചയായും ചില നാളുകൾക്ക് ശേഷം പുരോഹിതൻ വീണ്ടും അയാളെ പരിശോധിക്കും. പുരോഹിതന്റെ ഇവിടത്തെ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? പുരോഹിതന്റെ ഉദ്ദേശം കഴിയുന്നിടത്തോളം അയാളെ പാളയത്തിനുള്ളിൽ തന്നെ പ്രവേശിപ്പിക്കുക എന്നതാണ്. അതായത് അയാളെ എന്നേക്കുമായി തള്ളിക്കളയുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ആ ത്വക്കുരോഗം മാറണമെന്നും അയാൾ മടങ്ങി പാളയത്തിനകത്തേക്ക് വരണമെന്നും പുരോഹിതൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലെങ്കിലേ അയാളെ പുറത്താക്കുകയുള്ളൂ. കാരണം വീണ്ടും പരിശോധിച്ചിട്ട് വീണ്ടും ആ ത്വക്കുരോഗം ഉണ്ടെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ, മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ആ വ്യക്തിയെ പുറത്താക്കി കളയും. തെറ്റിപ്പോയ ഒരു സഹോദരനെ സംബന്ധിച്ച് നമ്മുടെ മനോഭാവം ഇതായിരിക്കണമെന്ന് കർത്താവ് പറയുകയാണ്, അല്ലെ? സഹോദരനെ നേടുക എന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സഹോദരനെ നേടുക. സഹോദരനെ പാപത്തിൽ നിന്ന് തിരികെ നേടുന്നതിന് കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യുക. ഏതൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ ആ മാർഗങ്ങളെല്ലാം നമ്മൾ ശ്രമിക്കുക. ഒന്നും വിജയിക്കുന്നില്ലെങ്കിൽ മാത്രം അവനെ പുറത്താക്കുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യം, 1 കൊരിന്ത്യർ 5-ാം അധ്യായം 13-ാം വാക്യം, ഈ 2 ഭാഗങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുറത്താക്കിയ ശേഷമാണെങ്കിലും ആ സഹോദരൻ ആത്മാർത്ഥമായി അനുദപിച്ചാൽ സഭയുടെ കൂട്ടായ്മയിലേക്ക് അവനെ മടക്കി വരുത്തണം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നു. ഇന്ന് പല സഭകളിലും നിർഭാഗ്യവശാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് നമുക്ക് കാണാനായിട്ട് അവിടെ സഹോദരന്മാരെ കീറിക്കളയും വലിച്ചിഴക്കുകയും ചെയ്യുന്നു.
നിങ്ങളൊരു പുതിയ ഉടമ്പടി നേതാവാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കരുണയോടെ, മറുവശത്ത് കർശനത്വത്തോടെയും സഭയിലെ പാപികളോട് പെരുമാറാൻ പഠിക്കണം. അവരോട് അനുകമ്പ തോന്നണം. അപ്പോൾ തന്നെ പാപത്തോട് കർശനമായ എതിർപ്പും ഉണ്ടായിരിക്കും. ആ വ്യക്തിയോട് അനുകമ്പയോടെ പെരുമാറണം. പക്ഷേ അദ്ദേഹത്തിലുള്ള ആ പാപത്തെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. നമുക്ക് 13-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ അത്ഭുതകരമായ മറ്റൊരു സത്യം കാണാൻ കഴിയും. കുഷ്ഠം ത്വക്കിലധികമായി പരന്ന് രോഗിയുടെ തല തൊട്ട് കാൽ വരെ പുരോഹിതൻ കാണുന്നിടത്തൊക്കെയും വടു ത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നു എങ്കിൽ, അങ്ങനെ ആണെങ്കിൽ എന്താണ്? ആ മനുഷ്യൻ ശുദ്ധിയുള്ളവനാണോ അശുദ്ധിയുള്ളവനാണോ? ഉത്തരം നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അവൻ ശുദ്ധിയുള്ളവൻ ആണ്. അവൻ ശുദ്ധിയുള്ളവനാണ്. എങ്ങനെയാണ്? അവന്റെ തൊലി മുഴുവൻ വെളുത്തെങ്കിൽ അത് ശുദ്ധിയുള്ളതായി. എന്നാൽ പച്ച മാംസം തൊലിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടാൽ അവൻ വീണ്ടും അശുദ്ധനാണ്. 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മെ സംബന്ധിച്ച് ഇതിന്റെ പ്രായോഗിക തലം ഇങ്ങനെയാണ്: താൻ ഒന്നിനും കൊള്ളാത്ത ഒരു പാപിയാണെന്ന്, തല തൊട്ട് കാൽ വരെ മലിനമാണെന്നും, തന്നിൽ ഒരു നന്മയും വസിക്കുന്നില്ലെന്നും ഏതൊരുത്തൻ ആത്മാർത്ഥമായി അംഗീകരിക്കുമോ, ഇപ്പോൾ അവൻ ദൈവദൃഷ്ടിയിൽ ശുദ്ധനാണ്. അതായത്, കർത്താവേ, എന്നിൽ ഒരു നന്മയുമില്ല, ഞാൻ അശുദ്ധനാണ്, എന്റെ മുടി മുതൽ പാദം വരെ പാപത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ദൈവത്തോട് പറഞ്ഞാൽ, ഏറ്റുപറഞ്ഞാൽ, അവൻ ശുദ്ധനാകും. അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശുദ്ധനാകും. നോക്കൂ, അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്. അവന്റെ മുടി മുതൽ, അല്ലെങ്കിൽ തല മുതൽ പാദം വരെ ഒരേ അവസ്ഥയിൽ ആണെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ ശുദ്ധനായി എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അവൻ ഇങ്ങനെ പറയാന്നിരിക്കട്ടെ, ഇല്ല, ഞാൻ അത്രയ്ക്ക് മോശക്കാരനല്ല, എൻ്റെ ജീവിതത്തിൽ ചില നല്ല ഭാഗങ്ങളുണ്ട്, അപ്പോൾ അവൻ അശുദ്ധനാണ്. കാരണം ബൈബിൾ പറയുന്നത് അവർ ഒന്നിനും കൊള്ളാത്ത മലിനപാപികളാണെന്നും നരകാഗ്നി മാത്രമാണ് അവർ അർഹിക്കുന്നതെന്നും നാം ചൂണ്ടിക്കാണിച്ചാൽ ഭൂരിപക്ഷം പേരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്കറിയാം. അവർ പറയും, ഞാൻ അത്രത്തോളം മോശക്കാരനൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ചില നല്ല നല്ല കാര്യങ്ങളും ഉണ്ട് എന്നവർ പറയും. ഇത്തരം വ്യക്തികൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അശുദ്ധരാണ്. എന്നാൽ പ്രതികരണം ഇങ്ങനെ ആയിരിക്കട്ടെ: അതെ, ദൈവം പൂർണ്ണമായും ശരിയാണ്, എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, എൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പോലും വരുന്നത് തെറ്റായ മനോഭാവങ്ങളിൽ നിന്നാണ്, ഞാൻ പൂർണ്ണമായും മലിനനാണ്. ഇയാൾ സ്വയം ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നമ്മെ തന്നെ ന്യായീകരിക്കരുത്. ബൈബിൾ പറയുന്ന ഇങ്ങനെയാ: നമ്മുടെ നീതി പ്രവർത്തികളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ കറ പുരണ്ട തുണികൾ പോലെയാണ്. നമ്മൾ നീതിയെന്നും വിശുദ്ധിയെന്നും പറഞ്ഞ് ദൈവത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ദൈവത്തിന് അത് കറ പുരണ്ട തുണികൾ പോലെ മാത്രമാണ്. ഇവിടെ നോക്കൂ, ഇയാൾ സ്വയം ന്യായീകരിക്കുന്നില്ല. ഫലം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇയാൾ പൂർണ്ണമായും ശുദ്ധിയുള്ളവനാണ്. ഇതാണ് സുവിശേഷത്തിന്റെ സദ്വാർത്ത. ഇതുകൊണ്ടാണ് മോശപ്പെട്ട കുലപാതകികൾ, വ്യഭിചാരിണികൾ അവരുടെ മുഴുവൻ തൊലിയിലും കുഷ്ഠം പരന്ന് ആസകലം വെളുത്തിരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ കർത്താവിനാൽ ക്ഷമിക്കപ്പെടുകയും അതേസമയം സ്വയം നീതീകരണക്കാരായ പരീശന്മാർ ക്ഷമിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. പരീശന്മാരിലെ പച്ച മാംസമുള്ള ഭാഗം, അതായത് അവരുടെ സ്വയം നീതീകരണം, അവരെ അശുദ്ധരാക്കി മാറ്റി. യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാരെ കുറിച്ച് യേശു പറയുന്നത് നമുക്കറിയാം. ഒരിക്കൽ ഒരു പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയ സംഭവം യേശു പറയുന്നുണ്ട്. അവിടെ നോക്കൂ, പരീശൻ മാറി നിന്നിട്ട് പറയുക, കർത്താവേ, ഞാൻ ഈ നിൽക്കുന്നവനെ പോലെയല്ല, ഇവനെ പോലെ ഞാൻ അശുദ്ധനല്ല, ഞാൻ വിശുദ്ധനാണ്. മാത്രമല്ല, ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്നയാളാണ്.
ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇവനെ പോലെയല്ല. പക്ഷേ പാപിയായ മനുഷ്യൻ, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ യോഗ്യതയില്ലാത്തവനെ പോലെ അവൻ നിന്നിട്ട് പറയുക, കർത്താവേ, ഞാൻ പാപിയാണ്. അവിടെ യേശു പറഞ്ഞ ഉപമയിൽ, അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയപ്പോൾ പരീശനായവൻ അവൻ നീതീകരണം പ്രാപിക്കാതെ മടങ്ങിപ്പോയെന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീതി പ്രവർത്തികൾ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കറപുരണ്ട തുണികൾ പോലെ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ നീതി പ്രവർത്തികളിൽ നമ്മൾ ആശ്രയിക്കരുത്. അങ്ങനെ സ്വയനീതീകരണം നടത്തിയിരുന്ന ആളുകളായിരുന്നു പരീശന്മാർ. അവരെപ്പോഴും അവരുടെ വിശുദ്ധിയെക്കുറിച്ച്, അവർ നല്ലവരാണെന്ന് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇതിനെയാണ് പച്ചമാംസമുണ്ടായാൽ, പച്ചമാംസം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വയം ന്യായീകരണമാണ്. ഞാൻ വിശുദ്ധനാണ്, മറ്റുള്ളവരെല്ലാം പാപികളാണ് എന്ന് ചിന്തിക്കുന്ന ആ മനോഭാവം, ആ മനോഭാവത്തെ ദൈവം എതിർക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണ നടപടികളെ കുറിച്ചാണ് നമുക്കവിടെ വായിക്കുന്നത്. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം, അവരെങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ അത്ഭുതകരമായ ഒരു കാര്യം ഇതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം കഴിയുമ്പോൾ പുരോഹിതൻ അകൃത്യയാഗത്തിലെ രക്തം കുറെയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും വലത് കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടണം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ പ്രതീകമാണ്. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ യാഗങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അതിൽ ഒരു യാഗം ഇവിടെ നടത്തണം. എപ്പോഴാ? അവൻ ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം. കണ്ടോ? അതായത് ഒരുവൻ കുഷ്ഠരോഗിയായി അവനെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി, എന്നാൽ പാളയത്തിന്റെ പുറത്ത് കിടന്ന് അവൻ അവസാനിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവനെ മടക്കി വരുത്തണം, ഇവൻ തിരിച്ചു വരണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അങ്ങനെ ഇവൻ മടങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്യണം? ഇവന് വേണ്ടി അകൃത്യയാഗം, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ യാഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ അതിൽ അകൃത്യയാഗം എന്നൊരു യാഗത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ അകൃത്യയാഗത്തിലെ രക്തം കുറച്ചെടുത്ത് ശുദ്ധീകരണം കഴിക്കുന്നവന്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും വലത് കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടണം. ഇതെന്തിന്റെ പ്രതീകമാണ്? ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ പ്രതീകമാണിത്. ഇതിനോട് ചേർത്ത് ലേവ്യ പുസ്തകം 8-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോ മഹാപുരോഹിതനായ അഹറോന് മോശ ചെയ്തത് ഇതേ കാര്യം തന്നെയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മഹാപുരോഹിതനായ അഹറോൻ തനിക്ക് ലഭിച്ച അതേ അവകാശങ്ങളാണ് ഒരു കുഷ്ഠരോഗിക്കും ലഭിച്ചിരിക്കുന്നത്. സുവിശേഷത്തിന്റെ സന്ദേശം ഇതാണ്: ഇത്രയും മലിനമായ മോശപ്പെട്ട പാപികളെ ദൈവം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെ സ്നേഹിക്കുന്ന അതേ അളവിൽ, അല്ലെ, ഇവരെ സ്നേഹിക്കുന്നു. യേശുവിനെ അംഗീകരിച്ചതിന് പോലെ ദൈവം നമ്മളെയും എന്ത് ചെയ്യുന്നു? അംഗീകരിച്ചിരിക്കുന്നു. എത്ര അവിശ്വസനീയമായ ഒരു ദൈവസ്നേഹത്തെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്, അല്ലെ? പാപിയായ ഒരു മനുഷ്യനെ, പാപത്തിന് അടിമയായി പോയ ഒരു മനുഷ്യനെ സ്വന്തം മകനായി ദൈവം കാണുക. എപ്പോഴാ? വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ. ഇതൊരു അത്ഭുതകരമല്ലേ? ഒരു മനുഷ്യൻ ഒരിക്കൽ പാപത്തിൽ വീണുപോയാൽ സകലമാന മനുഷ്യരും പിന്നെ അവനെ കാണുന്നത് അതേ പാപമുള്ള വ്യക്തിയായിട്ട് തന്നെയാണ്.
അവൻ എത്ര ക്രമീകരിക്കപ്പെട്ടാലും, അവൻ എത്ര ശുദ്ധീകരണം പ്രാപിച്ചാലും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ക്ഷമിക്കും, പക്ഷെ മനുഷ്യൻ ക്ഷമിക്കില്ല. ദൈവം ക്ഷമിക്കും. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നോക്കൂ പ്രിയരെ, ദൈവത്തിന്റെ ക്ലോസ് ആണത്. നിങ്ങളുടെ പാപത്തിന്റെ കളറ് കടും ചുമപ്പായിക്കോട്ടെ, ഞാൻ അതിനെ മഞ്ഞുപോലെ വെളുപ്പിക്കും. ഒരു പാടുപോലും വെക്കാതെ, നീ പാപിയായിരുന്നു എന്ന് പോലും പറയാതെ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. എത്ര ആഴമേറിയ സ്നേഹമല്ലേ! ഇങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച ഒരു മനുഷ്യനെ ദൈവം കാണുന്നത് ആരായിട്ടാണ്? തൻ്റെ പുത്രനെ പോലെ, തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ ദൈവം അവനെ കാണുകയാണ്. ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ കേട്ടിട്ടുണ്ടോ? പാപി പുറത്ത് എന്നല്ലേ കേട്ടിട്ടുള്ളൂ. എന്നാൽ പാപിയെ വിശുദ്ധനാക്കുക മാത്രമല്ല, അവനെ സ്വന്തം മകനാക്കി മാറ്റുക, അല്ലെങ്കിൽ യേശുവിന് തുല്യനായി അവനെ കാണുക. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ അകത്തേക്ക് തന്നു. എത്ര ആഴമേറിയ സ്നേഹമല്ലേ! ഈ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിക്കുന്നുണ്ടോ? പാപി എന്ന് നമ്മൾ മുദ്ര കുത്തിയ ആ വ്യക്തിയിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം അവനെയും അംഗീകരിക്കുന്നു, ദൈവം അവനെയും സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? വിശ്വാസ ജീവിതത്തിലേക്കൊക്കെ ഇറങ്ങി തിരിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മളിൽ ഒരു വിശുദ്ധിയൊക്കെ നമുക്ക് തോന്നി. പിന്നെ നമ്മളാണ് ആളുകളെ വിധിക്കാൻ പോകുന്നത്, അല്ലെ? ചിലരുടെയൊക്കെ സംസാരം കേട്ടാൽ പിതാവിന്റെ വലതുഭാഗത്ത് മറ്റേ പുസ്തകമായിട്ടിരിക്കുന്ന ആളാണെന്ന് തോന്നും. ഏതാ? ജീവന്റെ പുസ്തകം. ഇവരാ പേരെഴുതുന്നേ. നമ്മൾ വായിക്കുന്നില്ലേ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും, വെളിപ്പാട് പുസ്തകത്തിൽ. ആ പുസ്തകം ഇവരുടെ കയ്യിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അവരാണ് ഇവിടെ പേരെഴുതുന്നത്, അവരാണ് പേര് വെട്ടുന്നത്. ഇവൻ സ്വർഗത്തിൽ പോകത്തില്ല, ഇവനെ ദൈവത്തിന് ഇഷ്ടമല്ല, ഇവൻ കൊള്ളില്ല, ഇവൻ നല്ലവനല്ല. നോ, ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. നമ്മളും ആ വ്യക്തിയെ പോലെ ഒരു സമസൃഷ്ടം മാത്രമാണ്. വിശുദ്ധിയും അശുദ്ധിയും തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ തീരുമാനങ്ങളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്, ചോദ്യം ചെയ്യരുത്. ദൈവത്തിന്റെ പണി നമ്മൾ എടുക്കണ്ട, അത് ദൈവം ചെയ്തോളൂ. ഒരു വ്യക്തിയെയും വിധിക്കാനുള്ള യോഗ്യത നമുക്കില്ല, കാരണം നമ്മൾ തന്നെ വിധിക്കപ്പെട്ട് കിടക്കുന്നവരാ. ഇനി മറ്റൊരാളെ കൂടെ വിധിക്കാനുള്ള യോഗ്യതയോ പ്രാപ്തിയോ ഉള്ളവരല്ല നമ്മൾ. വിധിക്കുന്നത് ദൈവം. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്, വിധിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാ പൗലോസിന്റെയൊക്കെ വാക്കുകളിൽ പൗലോസ് പറയുന്നത്, ഒരുവന് നേരെ ഒരുവൻ ഞരങ്ങുക പോലും അരുത്. ഒരു വ്യക്തിയെയും കുറ്റം പറയരുതെന്ന്, ഒരു വ്യക്തിയും കുറവുകളുള്ളവനാ പാപിയാണെന്ന് പറയരുതെന്ന്. കാരണം നമുക്ക് വിധിക്കാൻ യോഗ്യതയില്ല. വിധിക്കാൻ യോഗ്യതയുള്ളത് വിശുദ്ധനായ ദൈവത്തിന് മാത്രമാണ്, വിശുദ്ധനായ ദൈവത്തിന് മാത്രം. അതുകൊണ്ടാ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യഹൂദന്മാർ കല്ലെറിയാൻ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു പറഞ്ഞ പദം എന്താ? നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ആരെങ്കിലും എറിഞ്ഞോ? ആരും എറിഞ്ഞില്ല. എല്ലാവരും കല്ലുകൾ താഴെയിട്ട് പോയി കളഞ്ഞപ്പോൾ യേശു അവളുടെ അടുക്കിലേക്ക് വന്നിട്ട് അവളോട് പറയുക, പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന നിയമപ്രകാരം നിന്നെ കല്ലെറിയാനുള്ള യോഗ്യതയുള്ളയാളാ ഞാൻ, കാരണം ഞാൻ പാപം ചെയ്തിട്ടില്ല. യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും
പരീക്ഷിക്കപ്പെട്ടത്. യേശു പാപം ചെയ്തിട്ടില്ല. അപ്പോൾ യേശു അവളോട് പറഞ്ഞ പദം എന്താ? നിന്നെ കല്ലെറിയാൻ യോഗ്യതയുള്ളവൻ ഞാൻ മാത്രം, പക്ഷെ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. പക്ഷേ ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. നിങ്ങൾ നോക്കൂ, യേശുവിന്റെ സമീപനം കണ്ടോ? അവൾ ചെയ്ത പാപത്തെ എതിർക്കുകയും ആ പാപിയായ വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വ്യക്തിയോട് കർത്താവിന് ഒരു ദേഷ്യവും ഇല്ല, ഒരു പിണക്കവുമില്ല. നിന്നെ ഇനി എന്തിനു കൊള്ളാം, നീ പാപിയല്ലേ എന്ന് പറഞ്ഞ് യേശു അവളെ മാറ്റി നിർത്തിയില്ല. കർത്താവ് പറഞ്ഞ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. ഇനിമേൽ നീ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. നോക്കൂ പ്രിയമുള്ളവരെ, എത്ര ആഴമുള്ള സ്നേഹമല്ലേ! ഈ ഒരു സ്നേഹത്തെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇവിടെ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണ പ്രക്രിയയിലെ അടുത്ത പടികൾ 17-18 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, പുരോഹിതൻ ഒരു തുള്ളി എണ്ണയെടുത്ത് നേരത്തെ രക്തം പുരട്ടിയ 3 ഭാഗങ്ങളിലും, എവിടെയൊക്കെയാണ്? വലത്തെ കാത്, വലത് കൈയുടെ പെരുവിരല്, വലത്തെ കാലിന്റെ പെരുവിരൽ എന്നിവിടങ്ങളിൽ പുരട്ടണം. എന്താണ്? എണ്ണയെടുത്ത് പുരട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം രക്തമാണെങ്കിൽ രണ്ടാമത് എണ്ണയാണ്. ഈ എണ്ണ പുരട്ടുമ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവിനാലുള്ള ജനനത്തെയാണ് കാണിക്കുന്നത്. തുടർന്ന് പുരോഹിതൻ ബാക്കി എണ്ണ ശുദ്ധീകരിക്കപ്പെട്ട കുഷ്ഠരോഗിയുടെ തലയിൽ ഒഴിക്കുന്നു. ഇത് പരിശുദ്ധാത്മാ സ്നാനത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരപ്പെടുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. ഇത് തീർച്ചയായും അത്ഭുതകരമായ ഒരു സുവിശേഷമാണ്. അത്ഭുതകരമായ ഒരു സുവിശേഷമാണ്. കുഷ്ഠരോഗിയായ ഒരു പാപി ആദ്യം ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. നോക്കൂ, അവന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവൻ എന്ത് ചെയ്യുന്നു? യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ആദ്യം രക്തമാണ് തളിക്കുന്നത്, അതിനുശേഷമാണ് എണ്ണ. അപ്പോൾ ആദ്യം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവിനാൽ ഒരു പുതുജനനത്തിലേക്ക് വരുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ അവനൊരു അഭിഷിക്തനായി മാറുന്നു. കണ്ടോ? ആദ്യം ഈ പറയപ്പെട്ട 3 ഭാഗങ്ങളിൽ എണ്ണ പുരട്ടുന്നു. അതിനുശേഷം ഈ കുഷ്ഠരോഗിയായിരുന്നവന്റെ തലയിലേക്ക് ബാക്കി വരുന്ന എണ്ണയെ ഒഴിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം അവൻ പുതുജനനത്തിലേക്ക് വരുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷിക്തനായി തീരുന്നു. പരിശുദ്ധാത്മാവിന്റെ 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകളും നമുക്ക് പുതുജനനം നൽകുക എന്നതും അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുക എന്നതുമാണ്. ഇവിടെ ലേവ്യ പുസ്തകം 14-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇതിനെ നിഴലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു നിഴലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട കുഷ്ഠരോഗികളായ നാം ഒരു തുള്ളി രക്തമോ ഒരു തുള്ളി എണ്ണയോ ലഭിച്ചത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. നമ്മുടെ ശിരസിന്മേൽ എണ്ണയുടെ അഭിഷേകവും ഏറ്റുവാങ്ങാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നവരാകണം. ലേവ്യ പുസ്തകത്തിൽ ഇതിൽ കൂടുതലും കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിരസമെന്ന് വിചാരിക്കുന്ന ഒരു പുസ്തകം ഇതാ വിചാരിച്ചതിനേക്കാൾ രസകരമായി നിങ്ങൾക്ക് തീരുകയാണ്. മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രായമായ ആളുകളോടുള്ള ആദരവ്, അതിനെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നുണ്ട്. അപരിചിതരോട് താല്പര്യത്തോടെ പെരുമാറുക, അതിനെക്കുറിച്ചും ഈ പുസ്തകം പറയുന്നു.
ഭാവി പറയുന്നതും ശകുനം നോക്കുന്നതും ആഭിചാരവും ഉപേക്ഷിക്കുക എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നോക്കുക, ഇത് ആരംഭിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു വിരസമായ പുസ്തകം പോലെ നമുക്ക് തോന്നും, വലിയ ഇൻട്രസ്റ്റിംഗ് തോന്നത്തില്ല. ഈ ക്ലാസ്സുകൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇതിനകത്തില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അഹറോന്റെ പുത്രന്മാരൊരാളായിരുന്നെങ്കിലും അംഗവൈകല്യമുള്ള ഒരുവൻ പുരോഹിതനാകരുതെന്നാണ് ഈ ഭാഗം, അതായത് 21-ാം അധ്യായത്തിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തി ഒരു ദൈവമകനാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരു വൈകല്യം, അതായത് അവൻ ക്രമീകരിക്കപ്പെടാത്ത ഒരു പാപമുണ്ടെങ്കിൽ ഒരു മൂപ്പനോ നേതാവോ ആകാൻ പാടില്ല. ദൈവമക്കൾ അത്തരം ബലഹീനതകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കണം. ദൈവത്തെ പ്രതിനിധാനം ചെയ്ത് തന്റെ ജനത്തിന് മുൻപാകെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നിലവാരം വളരെ ഉന്നതമാണ്. പഴയ ഉടമ്പടിയിൽ, അതായത് പഴയ നിയമത്തിൽ, ഈ നിലവാരങ്ങളൊക്കെ ശാരീരികമായിരുന്നു. കാരണം പഴയ നിയമത്തിലെ നേതാക്കൾ ഇസ്രയേല്യരെ ഭൗതികമായ ഒരു രാജ്യത്തിലേക്കായിരുന്നു നയിക്കേണ്ടിയിരുന്നത്. നമ്മുടെ കാലത്ത് ഈ നിലവാരങ്ങളൊക്കെ ആത്മീകമാണ്. കാരണം നാം ദൈവജനത്തെ ആത്മീകമായ ഒരു രാജ്യത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ നിത്യതയിലേക്ക് ജനത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, നിത്യതയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനല്ല. അവർ കനാൻ നാടായിരുന്നു അവരുടെ ലക്ഷ്യം. കനാൻ നാടെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ പുതിയ നിയമസഭ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ളവരല്ല. നമ്മൾ ആത്മീകമായ ഒരു ദൈവരാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക് ആളുകളെ ആനയിക്കപ്പെടേണ്ടവരാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 7 ഉത്സവങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിലെ യാഗങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഇനി 7 ഉത്സവങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായും യഹൂദന്റെ 7 ഉത്സവങ്ങൾ. 23-ാം അധ്യായത്തിൽ ദൈവം ഇസ്രയേല്യർക്ക് നിയമിച്ച 7 ഉത്സവങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് 5 യാഗങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. മതം എന്ന് പറയുന്നത് വിരസമായ ഏർപ്പാടല്ലെന്ന് തന്റെ ജനത്തെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. ഇത് ആസ്വദിക്കാവുന്ന ആവേശകരമായ ഒരു കാര്യമാണ്, സന്തോഷത്തോടെ ആചരിക്കാവുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവം ഈ വിരുന്നുകൾ അല്ലെങ്കിൽ ഈ ഉത്സവങ്ങൾ അവർക്ക് നിയമിച്ചു. ഉത്സവങ്ങൾ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ പല വാക്കുകളിൽ ഒന്ന് ഹാഗ് എന്നാണ്. ഹാഗ് എന്ന പദമാണ്. ഹാഗ് ഇതിന്റെ അർത്ഥം നൃത്തം എന്നാണ്. നൃത്തം. ഉത്സവങ്ങൾ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ പല വാക്കുകളുണ്ട്. അതിലൊരു വാക്കാണ് ഹാഗ്. ഇതിന്റെ അർത്ഥം നൃത്തം എന്നാണ്. തന്റെ ജനം നൃത്തം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. 7 എന്ന അക്കത്തിനും ഇവിടെ പ്രാധാന്യതയുണ്ട്. എല്ലാ 7-ാം ദിവസവും 7-ാം മാസവും 7-ാം വർഷവും 7 ഗുണം 7 കൂട്ടുന്നതിന്റെ പിറ്റേ വർഷം, അതായത് 50-ാം വർഷം ഉത്സവ നിയമമാണ്. ഈ ഉത്സവങ്ങളെല്ലാം എല്ലാ വർഷവും ഏപ്രിലും ഒക്ടോബറിലും ഇടയിലാണ്. ഈ സമയം ദൈവം തെരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട്. ഈ സമയത്ത് കാലാവസ്ഥ വെളിച്ചമുള്ളതായിരിക്കും. കർഷകരുടെ വയലിലെ പണികളൊക്കെ പൂർത്തിയായി സാവകാശമുള്ള, അവർ സ്വസ്ഥമായിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് അവർക്കെല്ലാം യെരുസലേമിൽ ഉത്സവത്തിന് പോകാൻ കഴിയും. അതായത് അവരെ പോലും
ഇതിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവർ കൃഷിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന സമയം, മാത്രമല്ല തെളിച്ചമുള്ള കാലാവസ്ഥയുള്ള സമയം, ഈ സമയമാണ് ദൈവം തെരഞ്ഞെടുത്തത്. അതായത് എല്ലാ വർഷവും ഏപ്രിലിനും ഒക്ടോബറിനും ഇടയ്ക്കുള്ള ഒരു സമയം. ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര യാഥാർത്ഥ്യബോധമുള്ളതാണ്. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളോട് ദൈവം എത്രത്തോളം ശ്രദ്ധയുള്ളവനാണെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഭൗതിക കാര്യങ്ങളെ, അത് എന്തായാലും എനിക്ക് വിഷയമല്ല, നിങ്ങൾ ഇവിടെ വരണം എന്നല്ല ദൈവം പറയുന്നത്. നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെ എല്ലാം ഒതുക്കപ്പെട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ ഉത്സവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആചരിക്കണം. ഇതാണ് ദൈവം പറയുന്ന കാര്യം. ഇനി നമ്മള് 7 ഉത്സവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 7 ഉത്സവങ്ങൾ. ഒന്നാമത്തെ ഉത്സവം ശബത്താണ്. ശബത്താണ്. എല്ലാ ആഴ്ചയും 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷം വരുന്ന ഒരു ദിവസം, അടുത്ത ദിവസം. 6 ദിവസം അധ്വാനിക്കാനുള്ള സമയം, 7ാമത്തെ ദിവസം. അന്ന് ഒരു വേലയും ചെയ്യണ്ട, ഒരു ജോലിയും ആരും ചെയ്യണ്ട. ആദാം തന്റെ ആദ്യ ദിവസം ചെലവഴിച്ച പോലെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ചെലവഴിക്കേണ്ടിയിരുന്ന ദിവസമാണത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നമുക്ക് തരുന്ന സ്വസ്ഥതയെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. അതായത് നമുക്ക് ഒരു സ്വസ്ഥ ദിവസം ദൈവം നൽകുന്നു. അപ്പൊ ഒന്നാമത്തെ ഉത്സവം ശബത്താണ്. 2ാമത്തെ ഉത്സവം പെസഹ പെരുന്നാളാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് 7 ഉത്സവങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ഉത്സവം ശബത്താണ്. 2ാമത്തെ ഉത്സവം പെസഹ പെരുന്നാളാണ്. 1-ാം മാസത്തിന്റെ 14-ാം ദിവസമാണ് പെസഹ പെരുന്നാൾ. 1-ാം മാസത്തിന്റെ 14-ാമത്തെ ദിവസമാണ് പെസഹ പെരുന്നാൾ. കുഞ്ഞാടിന്റെ രക്തം മൂലം തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് ദൈവം വീണ്ടെടുത്തതിന്റെ ഓർമ്മ കൊണ്ടാടുന്നതാണ് ഈ ഉത്സവം, പെസഹ പെരുന്നാൾ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാൾ അതാണ്. ഏതാ? തന്റെ പൂർവ്വ പിതാക്കന്മാരെ, അതായത് അവരുടെ പൂർവ്വ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് ദൈവം വീണ്ടെടുത്തതിന്റെ ഓർമ്മ കൊണ്ടാടുകയാണ്. പുറപ്പാട് പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. എങ്ങനെയാണ് അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് എന്നൊക്കെ പഠിച്ചതാണ്. ഈ ക്ലാസ്സുകൾ തുടർമാനമായി പഠിക്കാത്തവർക്ക് ഇതിലെ ചില കാര്യങ്ങൾ മനസ്സിലാകില്ല. കാരണം ഇതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾ പഠിക്കണമെങ്കിൽ പഴയ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പഠിക്കണം. നമ്മളെ 1-ാമത്തെ ക്ലാസ് മുതൽ, അതായത് 7 യുഗങ്ങൾ, ബൈബിളിനെ 7 യുഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 7 യുഗങ്ങളിലാണ് നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. 7 യുഗങ്ങൾ കഴിഞ്ഞ് ബൈബിളിന്റെ ആധികാരികത, ബൈബിളിനെ ആളുകൾ നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം നമ്മൾ പുറപ്പാട് പുസ്തകം പഠിച്ചു. ഇപ്പോൾ നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. അപ്പൊ പുറപ്പാട് പുസ്തകത്തില് കുഞ്ഞാടിന്റെ രക്തം മൂലം ഈ പൂർവ്വ പിതാക്കന്മാർ, അതായത് ഈ ലേവ്യ പുസ്തക കാലഘട്ടത്തിലുള്ള ആളുകളുടെ പൂർവ്വ പിതാക്കന്മാർ, അവരെ മിസ്രയീമിൽ നിന്ന് ദൈവം കൊണ്ടുവന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് അവരെ കൊണ്ടുവന്നു. അപ്പം ഇത് ഈ സംഭവത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്നതാണ് പെസഹ പെരുന്നാൾ. ഇതിനുവേണ്ടിയാണ് ദൈവം 2ാമത്തെ പെരുന്നാളായ പെസഹ പെരുന്നാൾ നിയമിച്ചാക്കിയത്. അപ്പം ഇത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ടു വന്ന ദിവസം, ആ ദിവസത്തെ കുറിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ സാത്താന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ചതിന്റെ ഓർമ്മയാണ് നമുക്ക്, അല്ലെ? യേശുവിന്റെ രക്തത്താൽ സാത്താന്യ രാജ്യത്തിൽ നിന്ന് നമ്മെ കർത്താവ് വീണ്ടെടുത്തു. അതിന്റെ നന്ദി സൂചകമാണ് നമ്മുടെ ആഴ്ചയുടെ 1-ാമത്തെ ദിവസം. ഓക്കെ, ഇനി 3-ാമത്തെ ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 3-ാമത്തെ ഉത്സവത്തിന്റെ പേരാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. പെസഹ പെരുന്നാളിന് ശേഷം 7 ദിവസത്തേക്ക് അവർക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. മിസ്രയീമിൽ അവരുടെ പിതാക്കന്മാർ വിട്ടേച്ചു പോന്ന പുളിച്ച അപ്പത്തിന്റെ ഓർമ്മയാണ്. നാം മാനസാന്തരപ്പെട്ടപ്പോൾ
ഉപേക്ഷിച്ച പഴയ ജീവിതത്തിന്റെ ചിത്രമാണിത്. പഴയ ഉടമ്പടിയുടെ കീഴിൽ എല്ലാ പുളിപ്പിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടി നിർമ്മലമായ ജീവിതം തുടരണമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്നാമത്തെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. എന്നാൽ ഇത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തായിരുന്നു? മിസ്രൈമിൽ അവരുടെ പിതാക്കന്മാർ വിട്ടയച്ചു പോന്ന പുളിച്ച അപ്പത്തിന്റെ ഓർമ്മയായിട്ടാണ് അവർ ഇത് ആചരിച്ചത്. എന്നാല് നാം അങ്ങനെയല്ല. പുതിയ നിയമത്തിന്റെ കീഴിൽ എല്ലാ പുളിപ്പിൽ നിന്ന്, അതായത് എല്ലാ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നിർമ്മലമായ ജീവിതം തുടരണമെന്ന് ഈ ഉത്സവം നമ്മെ സൂചിപ്പിക്കുന്നു. ഇനി നാലാമത്തെ ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാൾ പുതിയ നിയമത്തിലും യഹൂദന്മാർ ഇത് ആചരിച്ചിരുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തില് നമ്മൾ അവിടെ കാണുന്ന ഒരു വാക്യമുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു യഹൂദ പാരമ്പര്യത്തിൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ നാലാമത്തെ ഉത്സവമാണ് അവിടെ ആചരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നാലാമത്തെ ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആരംഭിച്ച് 50 ദിവസത്തിന് ശേഷം നടക്കുന്നതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് എന്നതിന്റെ അർത്ഥം 50-ാമത്തേത് എന്നതാണ്. അതായത് 50-ാം നാൾ, 50-ാമത്തെ ദിവസം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇതിനെ ആഴ്ചകളുടെ പെരുന്നാൾ എന്നും വിളിക്കുന്നുണ്ട്. ആഴ്ചകളുടെ പെരുന്നാൾ എന്ന് മറ്റൊരു പേരുമുണ്ട്. ഗോതമ്പ്, യവം എന്നിവയുടെ കൊയ്ത്തിന് ശേഷം ദൈവത്തിന് നന്ദി അറിയിക്കാനുള്ള പെരുന്നാളാണിത്. 1500 വർഷത്തിന് ശേഷം ഇതേ ദിവസം പരിശുദ്ധാത്മാവിന്റെ വർഷണമുണ്ടായി. ഈ പെരുന്നാൾ അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാം വാക്യം. ഈ ദിവസം പെരുന്നാളിന്റെ ഭാഗമായി 2 അപ്പം വഴിപാടായി അർപ്പിക്കുമായിരുന്നു. 2 അപ്പം വഴിപാടായി അർപ്പിക്കുമായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതേ ദിവസം യഹൂദനെയും ജാതിയെയും ആത്മാവിൽ ഒന്നിപ്പിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ ശമരിയക്കാരനെന്നോ അല്ലെ, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും എന്ത് ചെയ്യാണ്? യോജിപ്പിക്കുകയാണ്. അപ്പൊ ഈ അപ്പം പുളിപ്പില്ലാത്തതും ഉപ്പ് ചേർത്തതുമായിരുന്നു. വീണ്ടും ജനിച്ചവരിലും പാപമുണ്ടാകാമെന്നും, അതായത് പാപം എന്നത് പുളിപ്പിനെയാണ് കാണിക്കുന്നത് അല്ലെ, പുളിപ്പ്. അതാണ് യേശു പറഞ്ഞത്, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളാനൊക്കെ പറഞ്ഞതാണ്. അപ്പൊ പാപം പുളിപ്പിനെയാണ്. എന്നാൽ ദൈവം അവരോട് നിത്യ നിയമം ചെയ്തിട്ടുണ്ടെന്നും, അതായത് ഉപ്പ്, ഇത് വ്യക്തമാക്കുന്നു. അതായത് നിത്യ നിയമത്തിന്റെ അടയാളമാണ് ഉപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഉപ്പിന്റെ പ്രത്യേകത എന്താണ്? ഉപ്പ് ഒരു സാധനം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് നിത്യമായി നിലനിൽക്കേണ്ടിയിരുന്ന സാധനങ്ങളെ സൂക്ഷിക്കുന്ന ഒരു മാർഗമായിരുന്നു ഉപ്പ് ഇട്ട് വെക്കുക എന്ന് പറയുന്നത് അല്ലെ. ഇന്നത്തെ കാലത്തും നമ്മൾ ഉപ്പ് കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഉപ്പിലിട്ട ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്കുണ്ട്, നമ്മൾ വീടുകളിലും അങ്ങനെ ചെയ്യാറുണ്ട്. അതിന്റെ കാരണം ഇത് പെട്ടെന്ന് അഴുകിപ്പോകാതെ, പെട്ടെന്ന് കേടായി പോകാതെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപ്പ് നിത്യ നിയമത്തിന്റെ അടയാളമാണ്. പുളിപ്പെന്ന് പറയുന്നത് പാപം. അപ്പം ഈ 2 കാര്യങ്ങളെയാണ് ഈ 4-ാമത്തെ ഉത്സവത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 5-ാമത്തെ ഉത്സവം കാഹളങ്ങളുടെ പെരുന്നാളാണ്. കാഹളങ്ങളുടെ പെരുന്നാൾ 7-ാം മാസത്തിന്റെ തുടക്കത്തിലാണ് ഈ പെരുന്നാൾ ആരംഭിക്കുന്നത്. 7-ാം മാസത്തിന്റെ തുടക്കത്തിൽ മരുഭൂമിയിലായിരുന്നപ്പോൾ യാത്ര പുറപ്പെടാനും യുദ്ധം, ആരാധന തുടങ്ങിയവയ്ക്ക് ആളുകളെ വിളിച്ചുകൂട്ടാനും ഇസ്രയേലിൽ അവർ കാഹളങ്ങൾ ഉപയോഗിച്ചിരുന്നു. അന്ന് അവരെന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? മരുഭൂമിയിലേക്കുള്ള യാത്ര പുറപ്പെടാനും യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപും ആരാധന ആരംഭിക്കുന്നതിന് മുൻപും ആളുകളെ വിളിച്ചുകൂട്ടാനായിട്ട് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മാർഗമായിരുന്നു കാഹളങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്.
അപ്പൊ ആഹ്ലാദം പ്രകടിപ്പിക്കാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന ആഘോഷത്തിന്റെ സമയമായിരുന്നു അത്, ഈ പെരുന്നാൾ. അന്ത്യകാഹളം മുഴങ്ങുകയും കർത്താവ് തന്റെ ജനത്തെ ചേർക്കാൻ മടങ്ങി വരികയും ചെയ്യുന്നതിനെ ഈ പെരുന്നാൾ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ട് 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോട് കൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും, അല്ലെ? എവിടെയും ഒരു കാഹളം മുഴങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതാണ് കാഹളങ്ങളുടെ പെരുന്നാൾ. 5ാമത്തെ ഉത്സവമാണ് കാഹള പെരുന്നാൾ അല്ലെങ്കിൽ കാഹളങ്ങളുടെ പെരുന്നാൾ. 6ാമത്തെ ഉത്സവമാണ് പാപപരിഹാര ദിനം. പാപപരിഹാര ദിനം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇതാണ്. ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് പ്രവേശിക്കാവുന്ന ദിവസം. മഹാപുരോഹിതൻ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയും പല മണിക്കൂറുകൾ ഇതിനായി ഒരുങ്ങുകയും ചെയ്യും. വർഷത്തിൽ ഈ ദിവസം മാത്രമേ അദ്ദേഹത്തിന് തന്റെ വെള്ള വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. ഇസ്രായേൽ ജനതയുടെ പാപപരിഹാരത്തിനായി കൃപാസനത്തിൽ അദ്ദേഹം രക്തം തളിക്കും. നമ്മുടെ പാപപരിഹാരത്തിനായി നമ്മുടെ മഹാപുരോഹിതൻ തന്നെത്താൻ പ്രായശ്ചിത്തമായി കാൽവറിയിൽ അർപ്പിക്കാൻ പോകുന്നതിനെയായിരുന്നു ഈ മഹാപാപപരിഹാര ദിനം സൂചിപ്പിച്ചിരുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവികമായ വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന പല കാര്യങ്ങളുടെയും നിഴലായി ദൈവം ആ കാലഘട്ടത്തിൽ ഈ ഉത്സവങ്ങൾ ആചരിക്കാൻ ജനത്തോട് പറയുകയാണ്. അങ്ങനെ 6ാമത്തെ ഉത്സവം പാപപരിഹാര ദിനമാണ്. ഇനി 7ാമത്തെ ഉത്സവം കൂടാരപ്പെരുന്നാളാണ്. കൂടാരപ്പെരുന്നാൾ ഏറ്റവും അവസാനത്തെ ഉത്സവം കൂടാരപ്പെരുന്നാളാണ്. ഈ ദിവസമാണ് യേശു നിന്ന് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 7:37 നമ്മൾ വായിക്കുന്നു, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇതവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്നൊക്കെ നമ്മൾ ആ ഭാഗത്തില് വായിക്കുന്നുണ്ട്. ഈ ഉത്സവമാണ് അന്ന് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഏത്? കൂടാരപ്പെരുന്നാൾ. 7ാമത്തെ ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ. ഇതെന്തായിരുന്നു? തങ്ങളുടെ പൂർവികന്മാർ മരുഭൂമിയിൽ എങ്ങനെയാണ് അലഞ്ഞതെന്നും താമസിച്ചതെന്നും ഉള്ളതിന്റെ ഓർമ്മയ്ക്കായി ഇസ്രായേല്യർ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. തങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന നല്ല പാർപ്പിടങ്ങൾക്കായി അവർ ദൈവത്തോട് ഇങ്ങനെ ആണ് നന്ദി അറിയിക്കുന്നത്. അതായത് അവർ പാർക്കുന്ന കൂടാരങ്ങൾ, ആ കൂടാരങ്ങൾക്ക് വേണ്ടി അവർ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? നന്ദി അറിയിക്കുന്നു. നമ്മളും എല്ലാ വർഷവും ഇങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് താമസിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ നല്ല പാർപ്പിടങ്ങളിലെ ചില്ലറ അസൗകര്യങ്ങളെ കുറിച്ചുള്ള ഇപ്പോഴത്തെ പരാതികൾ അതോടെ ഇല്ലാതെയാവും. ഇപ്പൊ നമുക്ക് ഒത്തിരി പരാതികളുണ്ടല്ലേ? നമ്മുടെ വീടിന് ഉറപ്പില്ല, നമ്മുടെ വീടിന് ബലമില്ല, നമ്മുടെ വീട്ടിൽ അതില്ല, ഇതില്ല, AC ഇല്ല, പല പല കുറവുകൾ നമുക്കിപ്പോ പറയാനുണ്ടാകും. എന്നാൽ ഇപ്രകാരം ചെയ്യുന്നത് നമ്മുടെ ചില്ലറ അസൗകര്യങ്ങളെയൊക്കെ അതിൻ്റെയൊക്കെ പരാതി ഇല്ലാതെയാകും. യേശു രാജാവായി വാഴുന്ന ദൈവരാജ്യം ഇവിടെ ഭൂമിയിലായിരിക്കുന്ന കാലത്തെയാണ് ഈ പെരുന്നാൾ സൂചിപ്പിക്കുന്നത്. അതായത് യേശു രാജാവായി വാഴുന്ന ദൈവരാജ്യം ഇവിടെ ഭൂമിയിലായിരിക്കുന്ന കാലത്തെയാണ് ഈ പെരുന്നാൾ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മള് ഈ ഭൂമിയിലെ വീട്, ഈ ഭൂമിയിലെ സൗകര്യങ്ങൾ, ഇതൊന്നും നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന കാര്യമല്ല. ഞാൻ ഇന്ന് പകല് ഒരു ശവോടക്കിന് വേണ്ടി കടന്നുപോയി. കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ഡോക്ടർ മരിച്ചു. ആ മനുഷ്യൻ ഒരു വലിയ 3 നില വീട് വെച്ചു. ഒരു വലിയ 3 നില വീട്, ലിഫ്റ്റൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു വീട്. അദ്ദേഹത്തിന് പ്രായം 67. ആ വീടിന്റെ ഹൗസ് വാമിങ്
നടന്നിട്ടില്ല. വീട് പണി കഴിഞ്ഞു, എന്നാൽ ഹൗസ് വാമിങ് നടന്നിട്ടില്ല. ഇന്ന് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദന തോന്നി. കാരണം ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുരുഷായുസ് മുഴുവൻ അദ്ദേഹം ആഗ്രഹിച്ച് അദ്ദേഹം കാത്തിരുന്ന് സ്വപ്നം കണ്ട് വെച്ച ഒരു വീടായിരുന്നു അത്. വളരെ മനോഹരമായൊരു വീട്, കൊട്ടാര സദൃശ്യമായൊരു വീട്. എന്നാല് ആ വീടിന്റെ ഹൗസ് വാമിങ് ആരംഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നടക്കുന്നതിന് മുൻപ്, ഇന്ന് ആ മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ് ആ വീടിനുള്ളിൽ വെച്ചത്. പെട്ടെന്ന് ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു ആക്സിഡന്റ് ആയിരുന്നു. 2 ചെറുപ്പക്കാര് അവരോടിച്ചിരുന്ന വാഹനം വന്ന് ഈ മനുഷ്യനെ ഇടിക്കുകയും ഈ മനുഷ്യൻ മരിച്ചു പോവുകയും ചെയ്തു. അതെനിക്ക് ഒത്തിരി വേദന തോന്നി. ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ എത്ര മനോഹരമായ വീടുകൾ നമ്മൾ വെച്ചാലും ഇതൊന്നും നമുക്ക് ഉറപ്പുള്ളതല്ല, ഇത് നിത്യമായതുമല്ല. എന്നാൽ നിത്യമായ ഉറപ്പുള്ള ഒരു വീട് നമുക്കുണ്ട്. ആ വീടാണ് ഇത് കാണിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ ആർക്കും കഴിയില്ല. ആ വീട്ടിലേക്കുള്ള യാത്രയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകുന്ന സമ്പന്നതയും നല്ല ഭവനവും അനുഗ്രഹങ്ങളുമെല്ലാം നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. പക്ഷെ അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, ഇത് ശാശ്വതമായൊരു വീടല്ലെന്നും ഈ വീട് വിട്ട് ഞാൻ ഒരു ദിവസം പോകേണ്ടവനാണെന്നും നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഇന്നിവിടെ നമ്മൾ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മളൊരു റബ്ബർ തോട്ടത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയും, ഈ കാണുന്ന റബ്ബർ തോട്ടം ഉണ്ടല്ലോ അതെന്റെയാണ്. ഈ കാണുന്ന മനോഹരമായ വീടുണ്ടല്ലോ അതെന്റേതാണ്. ഈ കാണുന്ന കെട്ടിട സമുച്ചയങ്ങളെല്ലാം എന്റെയാണ്. ഇന്ന് നമ്മൾ കൈ ചൂണ്ടി പറയും. ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാൾ അവിടെ നിന്ന് കൈ ചൂണ്ടും, ഈ കാണുന്നതെല്ലാം എന്റെയാണെന്ന് പറയും. പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ ഈ ഭൂമി. അത്രയേ ഉള്ളൂ ഈ ഭൂമിയിലെ സകല നന്മകളും സകല അനുഗ്രഹങ്ങളും. എന്നാൽ നിത്യമായതൊന്നും നമുക്കുണ്ട്. അതിനെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. അവിടുന്ന് ആർക്കും നമ്മളെ മാറ്റിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ ഭൂമിയിൽ അവർക്ക് നല്ലതായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. നല്ല വീട്, നല്ല വാഹനം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല മാതാപിതാക്കൾ, നല്ല സഹോദരങ്ങൾ, നല്ലതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ അവരധികം നല്ലത് സ്വർഗീയമായതാണ് എന്ന് അവർ പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനുഭവിക്കാൻ തന്നതൊക്കെ നല്ലതാണ്. എന്നാൽ ഇത് വെറും നല്ലത് മാത്രമാണ്. അധികം നല്ലത് സ്വർഗീയമായതാണ്. അധികം നല്ലത് നിത്യമായതാണ്. അധികം നല്ലത് നിത്യജീവനാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചാലും, ഈ ലോകത്തിൽ എത്ര ആഡംബരത്തോടെ നമ്മൾ ജീവിച്ചാലും, എത്ര നന്മകൾ നമ്മൾ അനുഭവിച്ചാലും, ഭൗതികമായ അനുഗ്രഹങ്ങൾ എത്രയേറെ നമുക്കുണ്ടായാലും, അവിടെ എല്ലാം നമ്മൾ ഓർക്കണം, ഇതെല്ലാം നല്ലത് മാത്രമാണ്. എന്നാൽ അധികം നല്ലത് സ്വർഗീയമായതാണ്. പ്രിയരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുമ്പോഴാണ് നമ്മൾ അവിടെ കാണുന്നത്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അടുത്ത വാക്യം പറയുന്നു, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരുന്നല്ലോ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ്? അധികം നല്ലത് സ്വർഗീയമായതാണ് എന്ന് പറഞ്ഞ് കാത്തിരുന്നവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? അധികം നല്ലത് സ്വർഗീയമായത് അവർ കാത്തിരുന്നു. അതിനുവേണ്ടി ദൈവം അവർക്ക് ഏറ്റവും നല്ലതൊന്ന് ദൈവം അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്ത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമി നമ്മൾ വിട്ടുപോകും. എത്ര മിടുക്കനായ വ്യക്തിയായാലും, എത്ര അറിവുള്ളവനായാലും, എത്ര കഴിവുകളുള്ളവനായാലും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഈ ഭൂമി വിട്ടുപോകും, അല്ലേ?
അതുകൊണ്ട് ആ പ്രശസ്ത കവിയത്രിയായ മേരി ജോൺ എഴുതിയ ഒരു കവിതയുണ്ട്. ഈ കവിത നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ആ കവിത ഇങ്ങനെയാണ്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം പോകണം, വിസമ്മതങ്ങൾ ഒന്നുമേ വലിച്ചിട. അല്ലെ? എത്ര മിടുക്കനായാലും, എത്ര കഴിവുള്ളവനായാലും, എത്ര അറിവുള്ളവനായാലും ഒരു നാൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവരാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകം വിട്ട് നമ്മൾ പോകും ഒരു ദിവസം. അതെത്ര മിടുക്കനായാലും ഈ ലോകം വിട്ട് ആ മനുഷ്യൻ പോകും. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ ലോകം, ഈ ഭൂമി നമുക്ക് താൽക്കാലികമാണ് എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു നാൾ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുപോകും. അല്ലേ? ഒരു ദിവസം ഇതെല്ലാം വിട്ടു നമ്മൾ പോകും. കാരണം ദൈവം ഈ ഭൂമി നമുക്ക് സ്ഥിരമായിട്ട് തന്നിട്ടില്ല. ഇത് ശാശ്വതമായ ഒരു സ്ഥലമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൈക്കിൾ ജാക്സനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? മൈക്കിൾ ജാക്സൺ അല്ലെ? ലോകത്തിൽ അദ്ദേഹത്തെ അറിയാത്ത ആരും ഈ തലമുറയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മനുഷ്യൻ 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് മുടി മുതൽ കാൽവിരലുകൾ വരെ ദിവസേന പരിശോധിക്കുന്ന 12 ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. മുടി മുതൽ കാൽ വരെ പരിശോധിക്കുന്ന 12 ഡോക്ടർമാർ. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഭക്ഷണം എല്ലായ്പ്പോഴും ലാബിൽ പരീക്ഷിച്ചു. അതായത് ലാബിൽ പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ദൈനംദിന വ്യായാമവും മറ്റ് ശരീര സംരക്ഷണങ്ങളും നോക്കാൻ വേണ്ടി മാത്രം 15 പേരെ തൻ്റെ കൂടെ അദ്ദേഹം കൊണ്ടുപോയിരുന്നു. മാത്രമല്ല, ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയ കിടക്കയാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ നോക്കണേ, തൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ ഞൊടിയിടയിൽ ശസ്ത്രക്രിയക്കായി അവയവദാതാക്കളെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇവരുടെ ദൈനംദിന ചെലവുകളെല്ലാം അദ്ദേഹം വഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? 150 വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ സംഭവിച്ചെന്താ? 2009 ജൂൺ മാസം 25-ാം തീയതി അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഹൃദയം പ്രവർത്തനം നിർത്തി. ആ 12 ഡോക്ടർമാരുടെ നിരന്തരമായ ശ്രമം ഫലം കണ്ടില്ല. ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംയുക്ത പരിശോധന അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. 25 വർഷം ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും ഒരു പടി പോലും മുൻപോട്ട് പോകാത്ത ആ വ്യക്തി 150 വർഷം ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മൈക്കിൾ ജാക്സന്റെ മരണ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 25 ദശലക്ഷം ആളുകൾ തത്സമയം കണ്ടു. ഇന്നുവരെ ഉള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ തത്സമയ സംപ്രേഷണമായിരുന്നു അത്. അദ്ദേഹം മരിച്ച ദിവസം, അതായത് 2009 ജൂൺ മാസം 25-ാം തീയതി 3:15 വിക്കിപീഡിയ, ട്വിറ്റർ എന്നിവയുടെ സന്ദേശവാഹകർ ജോലി നിർത്തി. ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, മൈക്കിൾ ജാക്സൺ എന്ന് സെർച്ച് ചെയ്തു. സെർവറുകളെല്ലാം ഡൗൺ ആയിപ്പോയി. കാരണം അത്രയേറെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. മൈക്കിൾ ജാക്സൺ മരണത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം അദ്ദേഹത്തെ വെല്ലുവിളിച്ച് തോൽപ്പിച്ചു കളഞ്ഞു. ഞാനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യ, ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? സ്വത്ത്, ജാതി,
മതം, രാഷ്ട്രീയം, ഇതൊക്കെ പറഞ്ഞ് തമ്മിത്തല്ലുന്നത് എന്തിനു വേണ്ടിയാ? അല്ലെ? 60 വയസ്സ് ശരാശരി ആയുസിൽ എത്ര ദിവസമായി ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്? 21,900 ദിവസം മാത്രം. അതിൽ 7,300 ദിവസം ഉറങ്ങാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി തുച്ഛമായ ദിവസങ്ങളിൽ പരസ്പരം തമ്മിത്തല്ലിയും പാരവെച്ചും ഉപദ്രവിച്ചും വഴക്കുണ്ടാക്കിയും മനുഷ്യൻ ജീവിക്കുകയാണ്. അല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുകയാണ്. അല്ലേ? സമ്പന്നനാകുക എന്ന് പറയുന്നത് പണം കൊണ്ട് മാത്രമല്ല. പണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. നിയന്ത്രണം ദൈവമായിരിക്കണം. നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം. മറ്റൊന്നും നമ്മെ നിയന്ത്രിക്കരുത്. മറ്റെന്തെങ്കിലുമൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു പോകുന്നതാണ്. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്. അത് 60, 70, 80, 90, 100 വർഷമല്ല. അത് യുഗായുഗങ്ങൾ നമ്മൾ ദൈവത്തോടു കൂടെ പാർക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങളുടെ പിന്നാലെ പോകാതെ, താൽക്കാലിക സമൃദ്ധിയുടെ പിന്നാലെ പോകാതെ, നിത്യമായതും നിലനിൽക്കുന്നതുമായ ഒരു രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. ഇനി നമുക്ക് മടങ്ങി വരാം. 7 പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവസാനത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാൾ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ എങ്ങനെയാണ് അവർ അലഞ്ഞതെന്നും അവരെങ്ങനെയാണ് അവിടെ താമസിച്ചിരുന്നതെന്നും ഉള്ളതിന്റെ ഓർമ്മയ്ക്കായി ഇസ്രായേല്യർ 7 ദിവസം കൂടാരങ്ങളിൽ അവർ പാർക്കണം. കാരണം ഇവരുടെ പിതാക്കന്മാർ എവിടെയായിരുന്നു പാർത്തത്? കൂടാരങ്ങളിലാണ്. അല്ലെ? അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ആ ദേശത്തിന് വേണ്ടി അവർ കാത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ കൂടാരത്തിൽ പാർത്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണം? 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇപ്പോൾ തങ്ങൾ ജീവിക്കുന്ന നല്ല പാർപ്പിടങ്ങൾക്കായി അവർ ദൈവത്തോട് നന്ദി അറിയിക്കുകയാണ്. ഏതാ? ഞങ്ങളുടെ പിതാക്കന്മാർ കൂടാരങ്ങളിൽ പാർത്തെങ്കിൽ ഇന്ന് ഞങ്ങൾ നല്ല നല്ല വീടുകളിൽ, നല്ല നല്ല പാർപ്പിടങ്ങളിൽ താമസിക്കുന്നു. അതിന് ദൈവത്തോട് നന്ദി പറയണം. പ്രിയമുള്ളവരെ, നമുക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കന്മാർ ഒക്കെ നമുക്കറിയാം. അവർ പറഞ്ഞ കഥകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഉടുക്കാൻ നല്ലൊരു വസ്ത്രമില്ലാതെ, താമസിക്കാൻ നല്ലൊരു ഭവനമില്ലാതെ, യാത്ര ചെയ്യാൻ വാഹനമില്ലാതെ അവർ കഷ്ടപ്പെട്ട ചരിത്രമൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ലെ? ഇതൊക്കെ ഇന്നത്തെ തലമുറകളോട് പറയുമ്പം അവർക്കിതൊക്കെ പുച്ഛമാണ്, രസകരമായിട്ടോ അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടോ ഒക്കെ തോന്നും. അല്ലെ? നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, മോനെ, ഞാൻ സ്കൂളിൽ പോയിരുന്നത് സ്കൂൾ ബസ്സിലായിരുന്നില്ല, സ്വന്തം വാഹനത്തിലായിരുന്നില്ല, നടന്നായിരുന്നു. 7-8 കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോയി പഠിച്ചിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം പിള്ളേർക്ക് വലിയ താല്പര്യമില്ല. അവര് നമ്മളിങ്ങനെ ആരെയെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ നോക്കിയാൽ ഉടനെ പിള്ളേർ പറയും, ഇത് ഇപ്പൊ ഒത്തിരി പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലേ, തന്തവൈവാണ്, അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവരുപയോഗിക്കും. അല്ലെ? പക്ഷേ വരുന്ന ജനറേഷൻ മറന്നു പോകരുത്. ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന തലമുറ, അവർ അനുഭവിച്ച കഷ്ടതകൾ, അവർ അനുഭവിച്ച ഞെരുക്കങ്ങൾ, അവർ അനുഭവിച്ച ദാരിദ്ര്യങ്ങൾ, അതൊരിക്കലും ഇന്നത്തെ തലമുറ മറന്നു പോകരുത്. അതിന്റെ മുന്നറിയിപ്പാണ് ദൈവം കൊടുത്ത കൂടാരപ്പെരുന്നാൾ. ഞങ്ങളുടെ പിതാക്കന്മാർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവർ മുൻപോട്ട്. അവർക്ക് നല്ല വീടുകൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് നല്ല സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മരുഭൂമിയിലും ദൈവം അവരെ ശ്രേഷ്ഠമായി നടത്തി. ഇതെല്ലാം നിങ്ങൾ ഓർമ്മിക്കണം എന്നുള്ളതിന്റെ പ്രതീകമാണ് കൂടാരപ്പെരുന്നാൾ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം? 7 ദിവസങ്ങളിൽ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇപ്പോഴവർ നല്ല നല്ല വീടുകളിലാണ്, നല്ല നല്ല പാർപ്പിടങ്ങളിലാണ് താമസിക്കുന്നത്.
അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കും. അല്ലേ? നമ്മളും ഇങ്ങനെ എല്ലാ വർഷവും കുറച്ചു ദിവസം ആ ഒരു ചെറ്റക്കുടിലോ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ താമസിച്ചു പോന്ന പോലെയുള്ള ഒരു ജീവിത രീതിയോ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലേ? നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ ചക്കുക്കുരു ഇട്ട് തിന്നും, വാഴക്കായുടെ അല്ലെങ്കിൽ ഏത്തവാഴ പഴത്തിന്റെ തൊലി പുഴുങ്ങിക്കഴിച്ചും അല്ലെങ്കിൽ ചുട്ടുകഴിച്ചും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ നല്ല കാര്യമായിരിക്കും. ദൈവത്തോട് നമ്മൾ ഒത്തിരി നന്ദി പറയും. നമുക്കിപ്പോഴും പരാതിയല്ലേ? നമുക്കെല്ലാം പരാതിയാ, മൊത്തം പരാതിയാ. ഇന്ത്യയുടെ ഒരു കണക്കെടുപ്പിൻ പ്രകാരം നിങ്ങളുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ? നിങ്ങളുടെ വീട് വൈദ്യുതീകരിച്ചതാണോ? നിങ്ങളുടെ വീട്ടിൽ ഒരു 2 വീലർ എങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ സമ്പന്നന്മാരിൽ നിങ്ങൾ ഒരാളാണെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇതാണോ സമ്പന്നത? കാരണം എന്താ? നമ്മൾ താഴേക്ക് നോക്കില്ല, നമ്മൾ മേളിലേക്ക് നോക്കുകയുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം. വൈദ്യുതീകരിക്കാത്ത ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത അനേക വീടുകളുണ്ട്. ഞാൻ എല്ലാ വർഷവും നോർത്ത് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരാളാണ്. നമുക്കവിടെ മിഷണറി പ്രവർത്തനങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ നല്ല വീടില്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രമില്ല. പലപ്പോഴും ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ. നമ്മളവിടെ കടന്നു പോകുമ്പം ആരും നമുക്ക് പൈസ തരാനില്ല, ആരും നമ്മളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകത്തില്ല, അവിടെ ആരും നമ്മളെ സ്വീകരിക്കാൻ കാണില്ല, നല്ല ഭക്ഷണം നമുക്ക് ലഭിക്കില്ല. നമ്മൾ അവരോട് കൂടെ വെറും 4 കമ്പുകൾ മാത്രം നാട്ടിവെച്ച് അതിന്റെ മുകളിൽ ചില പച്ച പുല്ലുകൾ വിരിച്ച് അതിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ. ഒറ്റമുറി മാത്രം. അതിനകത്ത് അടുക്കളയുണ്ട്, അതിനകത്ത് പശുത്തൊഴുത്തുണ്ട്. ആ ഒറ്റ റൂമിനകത്താണ് എല്ലാം ഉണ്ട്. നല്ല സുന്ദരിമാരായ കൊച്ചു കുഞ്ഞുങ്ങൾ. ഞാൻ അവരെയൊക്കെ കണ്ടെന്റെ ചങ്കു പൊട്ടിപ്പോയിട്ടുണ്ട്. നല്ല ഭക്ഷണമില്ല അവർക്ക്. നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ഓടി വരും. എന്തിനാന്നറിയാവോ? നമ്മൾ കൊടുക്കുന്ന ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കാനായിട്ട്. കാരണം വയറ് നിറച്ച ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല, അവർക്ക് നല്ല പാർപ്പിടമില്ല. കേരളത്തിലെ സാഹചര്യമല്ല, കേരളത്തിലെ ക്ലൈമറ്റ് അല്ല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ. നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. -2 ഡിഗ്രി തണുപ്പ് അവിടെയുണ്ട്. ഞാൻ ഒരിക്കൽ UP-യിൽ പോയ സമയത്ത് അവിടെ -2 ഡിഗ്രിയാ തണുപ്പ്. -2 എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീസറില്ലേ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഫ്രീസർ ഉണ്ടല്ലോ, ആ ഫ്രീസറിനകത്തെ തണുപ്പാണ്. -2 ഡിഗ്രി. ടാപ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ തട്ടണം, ഈ പൈപ്പിനിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം. ഐസ് കട്ടകളായിരിക്കും അതിനകത്തുനിന്ന് ആദ്യം വീഴുന്നത്. അതിനുശേഷം തണുത്തുറഞ്ഞ വെള്ളമാണ് അതിനകത്തൂടെ വരുന്നത്. എത്ര സങ്കടകരമായ ഒരു കാര്യമാണെന്നറിയാം. ചൂട് വരുമ്പോൾ 56 ഡിഗ്രി ചൂട്. ഇവിടെ 33, 34 ഡിഗ്രി ചൂട് സഹിക്കാൻ പറ്റാത്ത നമ്മൾ 56 ഡിഗ്രിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ -2 ഡിഗ്രി തണുത്ത് ഉറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്ത് നല്ല വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. പക്ഷെ അവരൊക്കെയാണ്, അവർക്ക് കുഴപ്പമില്ല, അവരങ്ങനെ ശീലിച്ചു വരുന്നവരാണ്. പക്ഷേ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ നമ്മൾ ഓർക്കും. ദൈവം നമുക്ക് തന്ന നന്മകളെ നമ്മൾ ഓർക്കും. ഇവിടെ നമ്മൾക്ക് പല കാര്യങ്ങളും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിതപിക്കുമ്പോ നമ്മൾ നേരെ അവരിലേക്ക് ഇറങ്ങിച്ചല്ലേ. ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തെ ഒന്ന് ഓർത്തേ. നമ്മൾ ട്രിവാൻഡ്രത്തെ RCCയിലേക്കും അതുപോലുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും ഒക്കെ ഇടയ്ക്കൊന്ന് സന്ദർശിച്ച് ദൈവത്തെ നമ്മൾ അറിയാതെ സ്തുതിക്കും. ഞാന് എൻ്റെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആളുകളെയും കൊണ്ട് ട്രിവാൻഡ്രം RCC സന്ദർശിക്കുമായിരുന്നു. പലരും ടൂറുകൾ പോകുമ്പോൾ, പല പ്രത്യേക സ്ഥലങ്ങളിലും പോയി എൻജോയ്മെന്റ് ചെയ്യുമ്പോൾ
ഞാൻ എൻ്റെ ആളുകളെ RCC കൊണ്ടുപോകും. അവിടെ പ്രത്യേക പെർമിഷൻ ഒക്കെ എടുത്ത് അതിനകത്ത് കയറും. അവരെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ അനുഭവിക്കുന്ന നന്മ അറിയണമെങ്കിൽ നിങ്ങൾ ഇത് കാണണം. 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ബ്ലഡ് ക്യാൻസർ, ബോൺ ക്യാൻസർ ഒക്കെ പിടിച്ചു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളടക്കം പ്രായമുള്ളവർ വരെ. പ്രിയമുള്ളവരെ, എത്രയേറെ നന്മകളാണ് ദൈവം നമുക്ക് തന്നതല്ലേ. ആരോഗ്യമുള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കുള്ളതിനെ നമ്മൾ പലപ്പോഴും കാണില്ല. നമുക്കെപ്പോഴും പരാതിയാണ്, നമുക്ക് നന്ദികേടാണ്. നമ്മളെപ്പോഴും അതിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം താരതമ്യം ചെയ്യലാണ്. അയൽവക്കംകാരനെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുക, അടുത്ത വീട്ടിലെ കുട്ടിയെ നമ്മുടെ വീട്ടിലെ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതൊരു വലിയ പ്രശ്നമാണ് അല്ലേ? കേരളക്കാരുടെ ഏറ്റവും വലിയ രസകരമായ ഒരു സ്വഭാവം പലരും പറയാറുണ്ട്. വീട്ടിൽ കരണ്ട് പോയാൽ അയ്യോ കരണ്ട് പോയല്ലോ എന്നല്ല ചിന്തിക്കുന്നത്, അയൽവക്കത്തെ വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കും. എന്നിട്ട് പറയും, ഓ സമാധാനമായി, അവിടെയും പോയി. അത് കാണുമ്പോൾ നമുക്കൊരാശ്വാസം. ഈ കമ്പാരിസം ആദ്യം നിർത്തണം. അവരെ പോലെ എനിക്കാകണം എന്നുള്ള ചിന്ത ആദ്യം നിർത്തണം. ദൈവം നമുക്ക് തന്ന നന്മകളിലേക്ക് നമ്മൾ നോക്കണം. എനിക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടോ? അതിന് ദൈവത്തിന് നന്ദി പറയണം. എനിക്ക് വാസയോഗ്യമായ ഭവനം തന്നിട്ടുണ്ടോ? അതിന് നന്ദി പറയണം. വാടകയ്ക്കാണെങ്കിലും എനിക്കൊരു വീടുണ്ടോ? അതിന് ദൈവത്തോട് നന്ദി പറയണം. നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും ഒക്കെയുള്ള ചേരി പ്രദേശങ്ങളിൽ പോയി നോക്കൂ, ഒരു നല്ല വീട് പോലും ഇല്ലാതെ. ഞാൻ ഒരു ദിവസം ഡൽഹിയില് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയപ്പോ ആ ചർച്ചിലെ ശുശ്രൂഷകനായിരിക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടിട്ട്. ആ മനുഷ്യൻ എന്നോട് പറയുക, ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവദാസനെ ഈ ഡൽഹിയിൽ മഴ പെയ്യല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാൻ ഓർത്ത്, ഇദ്ദേഹം എന്തൊരു ക്രൂരനായ മനുഷ്യനാണ്, ഇത്രയും ചൂടുള്ള സ്ഥലത്ത് മഴ പെയ്യണോന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവദാസനെ, ഈ തെരുവിൽ അനേക കുഞ്ഞുങ്ങൾ കയറി കിടക്കാൻ, തലയൊന്നൊളിപ്പിക്കാൻ, ആ മഴയിൽ നിന്ന് രക്ഷ നേടാൻ സ്ഥലമില്ലാത്ത ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്. മഴ പെയ്താൽ ആ പാവങ്ങൾ എവിടെ പോവും? ഇവരെ എല്ലാം കൂടെ പുനരധിവസിപ്പിക്കാനുള്ള സാഹചര്യം ഒന്നും നമുക്കില്ല. ആ മനുഷ്യൻ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്ന നന്മകളെ നമ്മൾ ഓർക്കണം. നമുക്ക് മുമ്പുണ്ടായിരുന്ന ജനറേഷൻ അവർ അനുഭവിച്ച വേദനകളെ നമ്മൾ അറിയണം. അതിനുവേണ്ടി ദൈവം വെച്ച ഒരു പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. അവരുടെ പിതാക്കന്മാർ കൂടാരങ്ങൾ മാറ്റിയടിച്ച് സ്ഥിരമായ ഒരു സ്ഥലം പോലും അവർക്കില്ലാതെ അവർ ഉഴന്നു നടന്നു. ഇതിനെ പിൻവരുന്ന തലമുറ ഓർമ്മിക്കാൻ വേണ്ടി ദൈവം വെച്ച പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ വെച്ചു കൊടുത്താൽ അവരതിനെ തള്ളിക്കളയും. ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് മന്തി മതി, ഞങ്ങൾക്ക് കുഴിമന്തി മതി, ഞങ്ങൾക്ക് ഫ്രൈഡ് ചിക്കൻ മതി, ഞങ്ങൾക്ക് ഇന്നത്തെ ആധുനിക ഭക്ഷണങ്ങൾ മതി, മോമോസ് മതി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ ഇതിനെ ഇങ്ങനെ തള്ളി മാറ്റുമ്പോ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം, മക്കളെ, ഇതുപോലുമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ പാർക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ പാർക്കുന്നത്. ഞാൻ പറയാം, എൻ്റെ കുഞ്ഞുങ്ങള് അവരൊരു പറ്റ് ചോറ് അവർ കളയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാവൂ? ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോ ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ എടുക്കും. അത് അവരിടത്തും പ്രചരിപ്പിക്കാനൊന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനത് പോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കും, എൻ്റെ ഫാമിലിയെ ഞാൻ കൊണ്ട് കാണിക്കും. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഒരു ബിസ്ക്കറ്റിന് വേണ്ടി പ്രതീക്ഷയോടെ കൈനീട്ടി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഞാൻ കാണിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരുമ്പോ അവരത് പൊട്ടിച്ചു നോക്കിയിട്ട് പറയും, ഇതിനകത്ത് ക്രീമില്ല.
ഇത് ഇന്ന ബിസ്ക്കറ്റ് അല്ല, ഇത് ഡാർക്ക് ഫാന്റസി അല്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അവർ മാറ്റിവെക്കുമ്പോ ഒരു ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ആ കുഞ്ഞിനെ അവർ കാണണം. അവനും വിശപ്പെന്ന വികാരം നമ്മളെ പോലെ തന്നെയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇത് വരുന്ന ജനറേഷനെ നമ്മൾ പഠിപ്പിക്കണം. കാലം ഒരുപാട് മാറി. നമ്മളിതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ബൈബിൾ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയായിരുന്നെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അവരുടെ ദൈവാശ്രയം എന്തായിരുന്നെന്ന് മക്കളെ പഠിപ്പിക്കണം. അല്ലേ? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മുടെ അപ്പന്മാർ, വല്യമ്മമാർ, വല്യമ്മച്ചിമാർ രാവിലെ ഉണർന്നിരുന്ന് അവർ പാടും, ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നും പറഞ്ഞ് അവർ പാടും. ഇന്ന് എത്ര വീടുകളിലുണ്ട് ആ പാട്ട്? എത്ര വീടുകളിലുണ്ട് പ്രാർത്ഥന? പ്രഭാത പ്രാർത്ഥന നിന്നേ പോയി, വളരെ ചുരുക്കം വീടുകളിൽ മാത്രം. അന്ന് അതിരാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച അപ്പച്ചന്മാരും അമ്മിച്ചുമാരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു. അവർ നന്മ അനുഭവിച്ചു. എന്താ അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്? രാത്രികാലങ്ങളിൽ അവർ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. സന്ധ്യയ്ക്ക് അവർ കുടുംബ പ്രാർത്ഥനകൾ നടത്തി. അവർ പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തിയില്ല. ഇതൊക്കെ എന്താ പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ അവരുടെ ജനറേഷനിൽ, അടുത്ത തലമുറയിലേക്ക് അനുഗ്രഹത്തെ കൊണ്ടുവരാനിടയായി തീർന്നു. അതുകൊണ്ട് അടുത്ത വരുന്ന ഒരു ജനറേഷന്, അടുത്ത വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ കൈമാറാൻ നമ്മുടെ കയ്യിൽ ആത്മികതയുണ്ടായിരിക്കണം. ആത്മികതയുണ്ടായിരിക്കണം. അവരെ പഠിപ്പിക്കണം. മക്കളെ, ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നടാ. പപ്പ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കൊതിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നടാ. ഒന്ന് തലചായ്ക്കാൻ, ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമില്ലാതെ കഷ്ടപ്പെട്ട സമയങ്ങൾ ഉണ്ടായിരുന്നു മോനെ, മോളെ എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. അവരറിയണം, ഇന്ന് ഞാൻ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് തന്ന നന്മയാണ്, അത് ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് അവരെ പഠിപ്പിക്കണം. അതല്ലെങ്കിൽ അവർ പരിഹാസത്തോടെ നമ്മളെ കാണും. അവർ പുച്ഛത്തോടെ ആയിരിക്കും നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ ഉത്സവങ്ങൾ ആചരിക്കാൻ പറഞ്ഞതിന്റെ 7ാമത്തെ ഉത്സവം കൂടാര പെരുന്നാളായിരുന്നു. കാരണം തങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ചത്, പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ എന്ത് ചെയ്യുകയാണ്? അതുപോലെ അവർ ചെയ്യുക. ഞങ്ങളുടെ പിതാക്കന്മാർ കൂടാരങ്ങളിൽ പാർത്തു. അതുകൊണ്ട് 7 ദിവസം ഇവരുടെ മനോഹരമായ വീടുകളൊക്കെ വിട്ടിട്ട് അവർ കൂടാരങ്ങളിൽ പാർക്കണം. അവർ ദൈവത്തോട് നന്ദി അറിയിക്കുകയാണ്. എന്തിന്? ഞങ്ങൾക്ക് നല്ല നല്ല വീടുകൾ തന്നതിന്. ദൈവമേ, അങ്ങേക്ക് നന്ദി. ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ കൂടാരങ്ങളിലാണല്ലോ പാർത്തത്, എന്നാൽ ഞങ്ങളെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയല്ലോ, അതിന് നന്ദി ദൈവമേ എന്ന് അവർ പറയുന്ന ഭാഗമാണ് കൂടാരപ്പെരുന്നാളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് മടങ്ങി വരാം. ഈ 7 പെരുന്നാളുകളിൽ മുഴുവൻ പേരും യെറുസലേമിൽ പോകേണ്ട പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ, അതായത് ഈ 7 പെരുന്നാളുകളാണ്. ഇതില് മുഴുവൻ ആളുകളും യെറുസലേമിൽ പോകേണ്ട 3 പ്രധാന പെരുന്നാളുകളുണ്ട്. അത് 1 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 2 പെന്തക്കോസ്ത് പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നു. ഈ 3 പെരുന്നാളിന് അവര് യെരുസലേമിൽ പോകണം. ഈ 3 പെരുന്നാളിന് ഈ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളില് യേശു പ്രധാനമായിട്ടും അത്ഭുതങ്ങൾ ചെയ്ത ആ പെരുന്നാൾ ദിവസങ്ങളെ എടുത്തു പറയുമ്പോൾ ഈ പെരുന്നാളുകളെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമ്മൾ മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ നമ്മളത് കാണും. അപ്പൊ ഈ 3 പെരുന്നാളുകൾ മറക്കരുത്. ഈ 3 പെരുന്നാളുകളിലും എല്ലാവരും യെരുസലേമിൽ പോകണം. ഇതായിരുന്നു ദൈവത്തിന്റെ നിയമം. ഏതൊക്കെയായിരുന്നു? 1 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 2 പെന്തക്കോസ്ത് പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ. ഈ പെരുന്നാളുകളല്ലാതെ പല ശബത്തുകളും അവർക്കുണ്ടായിരുന്നു. അതായത് ചെറിയ ചെറിയ പെരുന്നാളുകൾ പോലെയുള്ള
ശബത്തുകൾ അവർക്കുണ്ടായിരുന്നു. ഓരോ 7-ാം വർഷവും ഭൂമിക്ക് ശബത്തിന്റെ സ്വസ്ഥത നൽകണം. ആ വർഷത്തിൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പാടത്ത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടങ്ങളിൽ വള്ളിത്തല മുറിക്കുകയോ ചെയ്യരുത് എന്ന് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ഈ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ശത്രുക്കൾ അവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കുകയും അങ്ങനെ നിലത്തിന് ശബത്തിന്റെ സ്വസ്ഥത നൽകുകയും ചെയ്യുമെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകി. 26-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ 490 വർഷം ഈ നിയമം ലംഘിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ കൃത്യം 70 വർഷം ബാബിലോണിൽ അടിമകളായി അയച്ചു. ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഇനി മുൻപോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ബാബിലോണിലെ അടിമത്തവും ആ അടിമത്തത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും ആ സമയങ്ങളിലെ ദൈവിക ഇടപെടലുകളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് അവരിത് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്? ബാബിലോണിലെ അടിമത്തത്തിലേക്ക് അവർ പോകേണ്ടതായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? 490 വർഷം അവര് ദൈവം കൊടുത്ത നിയമത്തെ ലംഘിച്ചു കളഞ്ഞു. അതുകൊണ്ട് 70 വർഷം ബാബിലോണിൽ അടിമകളായി അയച്ചു. ഇത് ദൈവം മുന്നമേ അറിയിച്ച കാര്യമാണ്. ഇത് നിങ്ങൾ ആചരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടും, നിങ്ങൾ അടിമയായി പോകേണ്ടി വരും എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചത് കൊണ്ട് 70 വർഷം ബാബിലോണിൽ അടിമകളായി അവർ ജീവിക്കേണ്ടി വന്നു. ഫലത്തിൽ 490 വർഷം ദേശം സ്വസ്ഥത അനുഭവിക്കേണ്ട 70 വർഷം അവരെന്ത് ചെയ്തു? ശബത്ത് അനുഭവിച്ചു. കണ്ടോ? അവര് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ട ശബത്ത് അവര് കൂടുതൽ നാളുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതിന് കാരണം എന്താണ്? ദൈവം പറഞ്ഞത് അവർ അനുസരിച്ചില്ല. നാം ദൈവത്തിന്റെ വചനം ഗൗരവമായി എടുത്തില്ലെങ്കിൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. 27-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്വമേധാദാനം നടത്താനോ നേർച്ച കഴിക്കാനോ സ്വമേധാ വഴിപാട് നടത്താനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിൽ ഇതുവരെ ഇസ്രായേലിനോട് കൃത്യമായ യാഗങ്ങളും മറ്റും നടത്തുവാൻ ദൈവം നിർദ്ദേശിക്കുകയായിരുന്നു. നിർബന്ധപൂർവം ചെയ്യേണ്ടവയായിരുന്നു അത്. എന്നാൽ ദൈവം ഇവിടെ അവർക്ക് നന്ദിയുടെ പ്രതിഫലനമായി സ്വമേധാ ദാനങ്ങളും സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യാവുന്ന നേർച്ചകളും നടത്താൻ അവകാശം നൽകിയിരിക്കുകയാണ്. അവർക്ക് അവരുടെ വീട് ദൈവത്തിന് നൽകാം. 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ പിതൃസ്വത്തായി ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം നൽകാം. വാങ്ങിയ നിലമോ വളർത്തുമൃഗമോ അങ്ങനെ എന്തും. പിന്നീട് ഇവയിൽ ഏതെങ്കിലും തിരികെ വീണ്ടെടുക്കണമെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്നും ദൈവം നിർദ്ദേശം നൽകി. നിലവിലുള്ള വിലയുടെ 20% കൂടുതൽ നൽകി അവർക്കത് തിരികെ വാങ്ങാം. 15, 19, 27, 31 വാക്യങ്ങളിൽ നമുക്ക് ആ ഭാഗം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിന്റെ അവസാന 3 വാക്യങ്ങൾ, അതായത് 27-ാം അധ്യായത്തിന്റെ 32, 33, 34 ഈ വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളെ അത്യാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നത് സംബന്ധിച്ച് ചില രസകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെയാണ് ഈ ലേവ്യ പുസ്തകം അവസാനിക്കുന്നത്. അവരുടെ കന്നുകാലികളിലും മറ്റും 10-1 ദൈവത്തിന് നൽകണം. അവർ അവരുടെ വളർത്തുമൃഗങ്ങളെ പുരോഹിതന്മാരുടെ മുൻപിലൂടെ ഒരു വടിയുടെ കീഴിലൂടെ ഒന്നൊന്നായി വിടണം. അതിൽ ഓരോ 10ാമത്തെ മൃഗവും ദൈവത്തിനുള്ളതായിരിക്കണം. നിങ്ങളുടെ മനസ്സിലതൊന്ന് കണ്ടേ. അവരുടെ കന്നുകാലികളെ, അവരുടെ വളർത്തുമൃഗങ്ങളെ എന്ത് ചെയ്യണം? പുരോഹിതന്റെ മുൻപിലൂടെ ഒരു വടിയുടെ കീഴിൽ ഒന്നൊന്നായി ഇങ്ങനെ കടത്തിവിടണം. അതിൽ ഓരോ 10ാമത്തെ മൃഗവും ദൈവത്തിനുള്ളതായിരിക്കണം. അപ്പം ഈ മൃഗങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അവരെണ്ണിക്കൊണ്ടിരിക്കുക. 1, 2, 3, 4 ഇങ്ങനെ എണ്ണി 10ാമത്തെ മൃഗം വരുമ്പോൾ അതിനെ പിടിച്ചു മാറ്റും. അത് ദൈവത്തിനുള്ളതായിരിക്കണം.
എന്നാൽ 10ാമത്തേത് വരുന്നത് തടിച്ചു കൊഴുത്ത നല്ലൊരു മൃഗമാണെങ്കിൽ അതിനെ 9 എണ്ണത്തിലെ ദീനം പിടിച്ച ഒന്നുമായി വെച്ചു മാറാൻ അനുവാദമില്ല. മനസ്സിലായോ? അതായത് ഈ 10ാമത്തെ മൃഗം ഏറ്റവും തടിച്ചതും കൊഴുത്തതും ആരോഗ്യമുള്ളതുമാണെങ്കിൽ അവരുടനെ പറയുക, 7ാമത് നമ്മൾ എണ്ണിയതുണ്ടല്ലോ ഇച്ചിരി ബലഹീനമായിരുന്നു, എന്നാൽ അതിനെ നമുക്ക് 10ലേക്ക് കൊണ്ടുവരാം എന്ന് പറയാൻ പറ്റില്ല. അവർ മൃഗങ്ങളെ ഒന്നൊന്നായി എണ്ണുമ്പോൾ 10ാമത് വരുന്നത് ഏത് തരമായാലും അത് ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് നൽകുന്നതിൽ അവർ അലസരും കണക്ക് കൂട്ടുന്നവരും ലുബ്ധരുമാകരുത്. അവർ ദൈവത്തിന് നൽകുന്നതിൽ സമ്പന്നരും സന്തോഷം കൊടുക്കുന്നവരും ആയിരിക്കണം. കാരണം തനിക്ക് നൽകുന്നതിൽ വളരെ കൂടുതൽ മടക്കി നൽകുന്നവനാണ് ദൈവം. അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അല്ലേ? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഞാൻ ഈ ആഫ്രിക്കക്കാരതിന് വളരെ ഉത്തമമായ ഉദാഹരണമാണ്. ഞാൻ ഈ ആഫ്രിക്കക്കാരുടെ ആരാധന ശ്രദ്ധിച്ചപ്പോ അവര് ഈ ദശാംശം കൊടുക്കുന്ന സമയം അല്ലെങ്കിൽ സ്തോത്ര വഴിപാട് അർപ്പിക്കുന്ന സമയം അവരെങ്ങനെയാ വരുന്നതെന്ന് അറിയാവോ? അവര് നൃത്തം ചെയ്തോണ്ടാ വരുന്നത്. അവര് നൃത്തം ചെയ്തോണ്ട് വന്നിട്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വഴിപാട് അല്ലെങ്കിൽ ഈ സ്തോത്ര വഴിപാട് അവരർപ്പിച്ചിട്ട് വീണ്ടും നൃത്തം ചെയ്തുകൊണ്ട് അവര് തിരിച്ചു പോകും. ഇങ്ങനെയാണ് ആഫ്രിക്കക്കാരുടെ ആരാധനയിൽ നമുക്ക് കാണാം. അല്ലാതെ നല്ല നോട്ടുകളെല്ലാം ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് അതിനകത്ത് ഏറ്റവും ചെറിയ നോട്ട് എടുത്ത് 2 വട്ടം തിരുമി നോക്കി ഒരെണ്ണം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതുകൊണ്ട് എൻ്റെ 20 പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇടുന്ന പരിപാടിയല്ല. ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കൊടുക്കണം. 2, ദൈവത്തിന് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഇത് നിർബന്ധത്താലല്ല, ഇത് സ്വമനസാലെ നമ്മൾ ചെയ്യണം. അവിടെ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. പ്രിയരെ, നമ്മൾ ഇടുന്ന തുകയുടെ വലിപ്പം ഒന്നും ദൈവം നോക്കുന്നില്ല കേട്ടോ. അതൊക്കെ മനുഷ്യരാ നോക്കുന്നത്. അതുകൊണ്ടാണ് യേശു ഒരിക്കല് ഭണ്ഡാരത്തിനടുത്ത് നിൽക്കുമ്പോൾ, യേശുവും ശിഷ്യന്മാരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഭണ്ഡാരത്തിൽ കൊണ്ട പൈസ ഇടുന്നുണ്ട്. ഒരുപാട് പേരെ യേശു അവിടെ കാണുന്നുണ്ട്. എന്നാൽ യേശു പറഞ്ഞു, ഒരു വിധവയായ സ്ത്രീ അവളാണ് ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഇട്ടതെന്ന് യേശു പറഞ്ഞു. ശിഷ്യന്മാര് പറഞ്ഞല്ല കർത്താവേ, ഇത് കൂടുതൽ പൈസ ഇട്ടവരെ ഞങ്ങൾ കണ്ടു. കർത്താവ് പറഞ്ഞല്ല, അവളൊരു വിധവയാണെന്ന്. 2, അവളുടെ കയ്യിൽ ആകെ അതേ ഉള്ളൂ, ആ 2 വെള്ളിക്കാശേ ഉള്ളൂ. ആ പണം മുഴുവൻ അവൾ എന്ത് ചെയ്തു? അവള് ഭണ്ഡാരത്തിലിട്ടു. അവളാണ് ഇന്നിട്ടതിൽ ഏറ്റവും അധികം ഇട്ടത് അവളാണ് എന്നാണ് യേശു പറഞ്ഞത്. എന്താണ്? പണത്തിന്റെ വലിപ്പമല്ല, മനോഭാവത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് സന്തോഷത്തോടെ ചെയ്യും. പണം മാത്രമല്ല, നമ്മളെ കർത്താവിന് കൊടുത്താലും സന്തോഷത്തോടെ കൊടുക്കണം. നമ്മുടെ സമയം കൊടുക്കുന്നെങ്കിൽ സന്തോഷത്തോട് കൊടുക്കണം. ആരോഗ്യം കൊടുക്കുന്നെങ്കിൽ സന്തോഷത്തോട് കൊടുക്കണം. ഞാൻ പറയാം പ്രിയരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കസേരയിടാനാണോ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ? നിങ്ങളത് സന്തോഷത്തോടെ ചെയ്യും. വായ വിരിക്കാനാണോ നിങ്ങൾക്ക് സാധിക്കുന്നത്? അത് സന്തോഷത്തോടെ ചെയ്യുക. നമ്മൾ എന്ത് ദൈവനാമത്തിന് വേണ്ടി ചെയ്താലും അത് സന്തോഷത്തോടെ ചെയ്താൽ ദൈവം നമ്മളെ സ്നേഹിക്കും. ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ് കേട്ടോ. സന്തോഷത്തോടെ നമ്മൾ ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെ വലിയൊരു മല കയറുന്ന ആ പ്രയാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുകയല്ല വേണ്ടത്, സന്തോഷത്തോടെ അല്ലേ? അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. നമ്മൾ എന്ത് ചെയ്താലും. അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത് AC റൂമിൽ ഇരുന്നോണ്ടല്ല. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോ ആ മനുഷ്യൻ പറയാ, നിങ്ങൾ സന്തോഷിക്കുക കേട്ടോ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക. ഞാൻ പിന്നെയും നിങ്ങളോട് പറയാ, നിങ്ങൾ സന്തോഷിക്കുക. കാരണം എന്താ? ഈ ലോകത്തിലേതൊന്നുമല്ല, നമ്മളെ വേദനിപ്പിക്കുന്നതൊന്നും നമ്മുടെ സന്തോഷത്തെ കവർന്നെടുക്കുന്നതല്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലേവ്യ പുസ്തകം ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്.
ഈ 13ാമത്തെ ക്ലാസ്സോടെ ലേവ്യ പുസ്തകം നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച വീണ്ടും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. യൂട്യൂബിൽ കാണുന്നവരോട് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. ഈ ക്ലാസ്സുകളുടെ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കും. ഒരു വീഡിയോ കൊണ്ട് മാത്രം നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നില്ല, ഇതിന്റെ നോട്ട്സും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നോട്ട്സ് ആവശ്യമുള്ളവർ, സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ, നിങ്ങൾ ദയവായി ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് കമന്റ് ചെയ്യുക. നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർമാനമായി ബൈബിൾ മുഴുവനായി പഠിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് ഇത് കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുക. ഒറ്റ പ്രാവശ്യം ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, ഒറ്റ പ്രാവശ്യം നോട്ട്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമായ കാര്യമാണ് നമ്മളിതിൽ ദൈവവചനത്തിലൂടെ പഠിക്കുന്നത്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ വായിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഭാഗമാണോ ബൈബിളിൽ നിന്ന് പഠിക്കുന്നത് ആ ഭാഗം പല ആവർത്തി നിങ്ങൾ വായിക്കുക. നിങ്ങൾ ഈ ഓൺലൈനിൽ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരോട് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ട്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ബൈബിളും കൂടെ എടുത്തു വെക്കുക. നിങ്ങൾ ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. സമയം കുറവുള്ളവർ, സമയം കൂടുതലുള്ളവർ 1 hour ഒക്കെ മാറ്റിവെക്കാം, 1 മണിക്കൂറൊക്കെ മാറ്റിവെക്കാം. നിങ്ങൾ അത്രയും സമയം ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ഈ നോട്ട്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബൈബിളൂടെ എടുത്തു വെക്കുക. നമ്മൾ ഏത് അധ്യായങ്ങളാണ് പഠിക്കുന്നത് ആ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് ബൈബിൾ ഭാഗങ്ങളൊന്നും ഞാൻ വായിക്കാത്തത്. ഞാൻ ആ ഭാഗങ്ങൾ മാത്രം നോട്ട്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ക്ലാസ് പോലും നിങ്ങൾ മുടക്കരുത്. മുടക്കി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ക്ലാസ്സുകളെ എടുക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ.